ഓക്കെ. അപ്പൊ ഇന്ന് ദുഃഖവെള്ളിയാണ്. നമ്മുടെ ലോക നന്മയ്ക്കായിട്ട് യേശുദേവൻ ക്രൂശിലേറ്റപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അത് നമുക്ക് പ്രകൃതി പോലും അത് ഇന്ന് ഒരു കാണിച്ചു തരുന്ന ഒരു ദിവസമാണെന്ന് ദുഃഖവെള്ളി എന്ന് പറഞ്ഞാൽ. പ്രകൃതി പോലും ദുഃഖിച്ചു നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലാവരും ജാതിഭേദമന്യേ എല്ലാവർക്കും ദുഃഖം തരുന്ന ഒരു ദിവസം തന്നെയാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് യേശുദേവനെ മനസ്സിൽ, എല്ലാ ദൈവങ്ങളെയും, നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ. ഇന്ന് 6 AM ക്ലബില് എന്തായാലും ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. എന്റെ പേര് സരിത. ഞാൻ കാക്കനാട് പടമുകൾ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുഖമില്ലാതെ മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സന്ധിവാതത്തിന്റെ കംപ്ലൈന്റ് ആയിട്ട് 10-18 വർഷത്തോളം മരുന്ന് കഴിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച പിന്നെയാണ് എനിക്ക് ഇപ്പൊ മെഡിസിൻ ഇല്ലാതെ ഈ ഒരു രൂപത്തിലേക്ക് ഞാൻ വന്നത്. അത് കൊണ്ട് എന്നെ ഇതിലേക്ക് എത്തിച്ചത് യൂനസ് സാറാണ്. കളമശ്ശേരിയിലെ യൂനസ് സാറിന് എല്ലാവരും അറിയും, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഹെവി റിസൾട്ട് കിട്ടി. ഞാൻ ഹാപ്പിയാണ്. ഈ ബയോട്ടോറത്തിന്റെ പേരിൽ വളരെ ഹാപ്പിയാണ്. അങ്ങനെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ടീമുണ്ട് കൂടെ. അവരെല്ലാവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതിലെനിക്ക് സന്തോഷം. ഞങ്ങള് ഒറ്റ IBC ടീം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറവോ താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഞാൻ വരില്ല അല്ലെങ്കിൽ ചെയ്യില്ല അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ ലീഡർ നല്ല എന്താ പറയാ പില്ലറായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ IBCയുടെ വിജയവും. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് 6 AM ക്ലബിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം അദ്ദേഹം 25 വർഷത്തോളമായിട്ട് ഗുജറാത്തിലാണ് സ്ഥിരതാമസമായിട്ടുള്ളത്. നമ്മുടെ നാട്ടില് പത്തനംതിട്ടയാണ് സ്ഥലം. അവിടെ ഗുജറാത്തിൽ അദ്ദേഹം കോസ്മെറ്റിക് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബയോട്ടോറിയം ശക്തമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും, കേരളത്തിൽ തന്നെയല്ല, ഗുജറാത്ത്, കൊടുങ്ങല്ലൂര്, തൃശ്ശൂര്, ഉടുപ്പി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ടീമുണ്ട്. അത്രയും സീരിയസ് ആയിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അഗ്രികൾച്ചറായിട്ടും ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബയോട്ടോറിയം പ്രോഡക്റ്റിനെ കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞു തരാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇന്ന് ഒത്തിരി അറിവുകൾ ലഭിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ എന്തായാലും നമ്മൾ പരിശ്രമിച്ച് മുന്നോട്ട് പോയാൽ എന്തായാലും നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്ന 100% ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി, എല്ലാ വിഷയത്തെ പറ്റിയും സംസാരിക്കാൻ അറിവും പ്രാപ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് എടുക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും അദ്ദേഹത്തെ വാക്കുകൾ കേൾക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യം എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറയാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് ഇരിക്കുന്ന എല്ലാവരും നമുക്ക് ഫുഡ് സപ്ലിമെന്റ് നമ്മൾ അധികം അങ്ങോട്ട് ഇപ്പൊ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മാഗ്നറ്റ് ബെഡ് തന്നെയാണ് എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഫുഡ് സപ്ലിമെന്റ് എല്ലായിടത്തും പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാഗ്നറ്റ് ബെഡിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ എല്ലാവരും പരിചയപ്പെടുത്താനും കൊടുക്കാനൊക്കെ ഇത് കാണിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച്, ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരും നമ്മളെ അറിയുന്നവർക്കും ഇനി അറിയാനുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് എത്തിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഉള്ള എന്റെ ഒരു ഇതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സപ്ലിമെന്റിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നില്ല എന്ന് തന്നെയാണ്. കുറച്ച് പേരോട് മാത്രമേ നമ്മളത് പറയുന്നുള്ളൂ. അത്ര അറിയുന്നവരോട് മാത്രമേ. പിന്നെ മോർ പവറിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെയും പറയുന്നുണ്ട്. പക്ഷെ മറ്റ് സപ്ലിമെന്റിനെ കുറിച്ച് ഒന്നും നമ്മൾ പറയുന്നില്ല. അവർ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ
അതിനെക്കുറിച്ച് അതിന്റെ ബെനിഫിറ്റ് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊരു വ്യക്തത കിട്ടുന്ന ഒരു ക്ലാസ് കൂടിയാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം ജ്യോതിഷ് സാർ. യെസ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. മാഡം പറഞ്ഞ പോലെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഇന്ന് എല്ലാ എൻ്റെ സുഹൃത്തുക്കളെ കാണുവാൻ, അവരോട് സംസാരിക്കുവാനും ദൈവം തന്ന ഈ നല്ല ദിവസം ഞാൻ വളരെ എൻ്റെ നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ബൈടൂറിയം കമ്പനി കഴിഞ്ഞ 56 മാസമായി ഇന്ത്യയിൽ ആകമാനം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാട്രസിലൂടെ തുടങ്ങി നിരവധി പ്രോഡക്റ്റിലേക്ക് കമ്പനി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബയോമാഗ്നറ്റിക് മാട്രസ് ഇന്ന് മനുഷ്യനെ എല്ലാ വീടുകളിലും അത് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി. പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്ത് ജനങ്ങള് 3 വർഷം മുമ്പ് ഇതിനെ നെഞ്ചിലേറ്റി ഉപയോഗിക്കാൻ തുടങ്ങി. വന്ന റിസൾട്ടുകളാണ്. അല്ലാതെ മാട്രസ് എന്ന പ്രോഡക്റ്റ് അല്ല നമ്മളെ ജനങ്ങളിലേക്ക് എത്തിച്ചത്, നമ്മുടെ പ്രോഡക്റ്റ് എന്ന റിസൾട്ടുകളാണ്. എപ്പോഴും നമ്മുടെ MD പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊടുക്കരുത്, ആ റിസൾട്ടാണ് പ്രോഡക്റ്റിലേക്ക് സെയിൽ ചെയ്യേണ്ടത്. ആ റിസൾട്ടുകൾ എത്രയും കിട്ടുന്നോ അത്രയും നമ്മുടെ സെയില് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും മാട്രസ് ആയിക്കോട്ടെ, മോർപോർ ആയിക്കോട്ടെ, അൾട്രാബെറി ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് വരുന്ന സപ്ലിമെന്റ്സുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം മാർക്കറ്റ് ചെയ്യേണ്ടത് അതിന്റെ റിസൾട്ടിൽ കൂടിയാണ് നമ്മൾ പുറത്തു വരേണ്ടത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയാൽ അത് എല്ലാവരിലേക്കും എത്തിക്കാനും നമ്മുടെ ടീമിലും കേരളത്തിലും ഇന്ത്യയിലും ആകമാനം എത്തിക്കുവാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞു, അവന്റെ അമ്മ ഹിന്ദിയിൽ വന്ന സൂമിലാണ് ഏതാണ്ട് ഹരിയാനയിൽ വന്ന അനൂപ് സാർ പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് 501, 510 റേഞ്ചിൽ ഷുഗർ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലോക്കേജ് ആയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ ബയോടൂറിയത്തിന്റെ മാട്രസ് ആണ് എന്നെ, എൻ്റെ അമ്മയെ രക്ഷിച്ചതെന്ന് അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. കാരണം ഇത് ഉപയോഗിച്ച് 1 മാസം കൊണ്ട് ഷുഗറിന് ഭയങ്കര മാറ്റം വന്ന് അവർക്ക് ഇൻസുലിൻ വരെ നിർത്താൻ പറ്റി എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ആ റിസൾട്ട് സത്യം പറയാൻ നമുക്ക് കേട്ടപ്പോൾ തന്നെ ഇത് സത്യമാണോ എന്ന് തോന്നുന്നു. പണ്ട് ഹരിയാനയിൽ ഒരു സാറ് പറയുണ്ടായി, എൻ്റെ പെങ്ങളുടെ മോക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിട്ട് 8-9 മാസം അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് തന്നപ്പോൾ ബ്ലഡ് ക്യാൻസർ കാണുന്നില്ല, അതിന്റെ ടിഷ്യൂസ് ഇല്ല. ഇങ്ങനെയുള്ള റിസൾട്ടുകൾ തരുന്ന ഒരു പ്രോഡക്റ്റാണ്. അഭൂതപൂർവമായ റിസൾട്ടുകളാണ് നമ്മളെല്ലാവരും ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റിസൾട്ടുകളാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. കമ്പനി പറയുന്ന സാഗർ സാർ പറയുന്നതിന്റെ അതേ ഡയലോഗ് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ പ്രോഡക്റ്റല്ല സെയിൽ ചെയ്യേണ്ടത്, റിസൾട്ടുകളാണ് നമുക്ക് സെയിൽ ചെയ്യേണ്ടത്. അങ്ങനെ മാർക്കറ്റ് കിട്ടും, എല്ലാ വീടുകളിലേക്ക് ഇത് എത്തും. പക്ഷേ ഇന്നും ജനങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കും, നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുന്നുണ്ട്, നമ്മൾ ലക്ഷങ്ങൾ മുടക്കി കാറ് വാങ്ങിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, പിന്നെ എല്ലാം നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആ കാണുന്ന 10 രൂപയുടെ ഒരു പാരസെറ്റമോളിന്റെ സ്ട്രിപ്പ് മാത്രമേ. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ പ്രോഡക്റ്റുകൾ എല്ലാ വീടുകളിലും ആവശ്യം. ഇപ്പം ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ്, ഒരു വീട്ടിൽ മിനിമം ഒരു പ്രോഡക്റ്റ് 9,800 ഒരു പ്രോഡക്റ്റ് നമ്മളൊരു വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ, ആ വെള്ളം വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കുടിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിക്കുന്ന നിർബന്ധം. കാരണം ഒരാൾക്ക് റിസൾട്ട് വരുമ്പോൾ ആ വീട്ടിലുള്ള പലർക്കും മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഒരു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള വ്യക്തി ആ മാട്രസ് തുടങ്ങി ബാക്കിയുള്ള ഒരു മാഗ്നറ്റിക് വാട്ടർ കുടിക്കുകയും ചെയ്യുമ്പോൾ ആ വീട്ടിൽ ആ റിസൾട്ട് വരികയും കാലക്രമേണ ആ വീട്ടിൽ എല്ലാവരും ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇന്നലെ എനിക്ക് ഹിന്ദി സൂമിൽ കിട്ടിയ ഒരു നല്ലൊരു ഇൻഫർമേഷൻ, നല്ലൊരു വാർത്ത ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. അപ്പൊ നമ്മുടെ കമ്പനി തുടങ്ങിയ മോർപോർ എന്നൊരു പ്രോഡക്റ്റ് ആണ് അതിനുശേഷം നമ്മുടെ കമ്പനി മാട്രസിന് ശേഷം നമ്മളിലേക്ക് തന്നത്. ഈ മോർപവർ ഞാനും കുറച്ച് നാളായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു 30 ഗ്രാമിന് കഴിക്കും, പിന്നെ അത് കഴിക്കില്ല. അപ്പൊ അങ്ങനെ ഡയബറ്റീസിന്റെ ഗുളിക കഴിക്കും. ഇപ്പം മാട്രസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാസത്തിൽ 20 ദിവസത്തോളം ഡയബറ്റീസിന്റെ ഗുളിക ആയി കഴിഞ്ഞു. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു 45 ദിവസമായിട്ട് മോർപവർ, ഡയബറ്റിക്സ് ഉള്ളവർ രാവിലെയാണ് കഴിക്കേണ്ടത്, പ്രത്യേകം നമ്മൾ ഓർക്കുക. ഷുഗറിന്റെ ഇഷ്യൂസ് ഉള്ളവർ രാവിലെ 2 ഗ്രാമാണ് മോർപവർ എന്നുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ
കഴിക്കേണ്ടത്. അത് നമ്മൾ രാത്രിയിൽ അവർ കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം നമ്മൾ കഴിച്ചിട്ട് കിടക്കുകയാണ്. അതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എപ്പോഴും കമ്പനി പറയുന്നത് 8ന് മേളിൽ HbA1c, അതായത് 3 മാസത്തെ ആവറേജ് HB, ഹീമോഗ്ലോബിൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടെ കൂടിയുള്ള ആ ഒരു ടെസ്റ്റ് ആണ് HbA1c എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോഴാണ് HbA1c കുറഞ്ഞു വരുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഷുഗറിന്റെ പ്രോബ്ലംസ് നമ്മൾ കുറഞ്ഞു വരുന്നത്. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 2 ഗ്രാം എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ നമ്മൾ തുപ്പലൊക്കെ ഒന്ന് വായിലോട്ടാക്കിക്കൊണ്ട് ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ചാലിച്ച് കഴിക്കുന്ന പോലെ ഒരു 2 ഗ്രാം മാത്രം, സ്പൂണിന്റെ കാൽഭാഗം, നമ്മുടെ ഒരു സ്വർണത്തിന്റെ സ്പൂൺ, നിറമുള്ള ഒരു സ്പൂൺ ഉണ്ട്, അതിന്റെ കാൽഭാഗം നമ്മളൊരു 40 ദിവസം 45 ദിവസം കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റിക്സിന്റെ ആധിക്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ എന്നും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഗുളിക നിർത്തില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞത് കൊണ്ടാണ് 86 ആഹാരത്തിന് ശേഷം 72ലേക്ക് ഷുഗർ എത്തി. അപ്പൊ ഞാൻ ഓൾറെഡി 10 ദിവസമേ ഗുളിക കഴിക്കുന്നുള്ളൂ. മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഗുളിക സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്തു. കാരണം രാവിലെ ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ ദോശ കഴിക്കും, ഇഡ്ഡലി കഴിക്കും. ഉച്ചയ്ക്ക് വയറ് നിറച്ച് ഞാൻ ചോറ് കഴിക്കും. നമ്മുടെ ചുവന്നരി, നമ്മുടെ ചെമ്പരിയുടെ ചോറ് കഴിക്കും. രാത്രിയിൽ ചിലപ്പം 2 ചപ്പാത്തിയും ഒരു ചെറിയൊരു കട്ടോരിക്കകത്ത് ചോറും കഴിക്കും. ഇതും പിന്നെ സലാഡും അങ്ങനെയുള്ള കാര്യങ്ങൾ രാത്രി കഴിക്കും. അപ്പൊ സലാഡുകൾ രാത്രിയിൽ നമ്മൾ കഴിക്കും. പ്രത്യേകിച്ച് കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് സലാഡ്, കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ കിഡ്നി സ്റ്റോൺ ഒന്നും ഇല്ലാത്തവരാണ് തക്കാളി ഉപയോഗിക്കേണ്ടത്. അപ്പൊ തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ രാത്രിയിൽ ഒരു സലാഡോട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിലുള്ള കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക. അതാണ് നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കുവാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ രാത്രിയിൽ ചപ്പാത്തിയിലും ചോറിലും ഒക്കെ ഒരുവിധമൊക്കെ സെയിം ആണ് അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും, നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളത്. പക്ഷെ എന്നാലും ചപ്പാത്തിയിൽ ഗോതമ്പിൽ ഫൈബറിന്റെ ഇതുണ്ട്. ഇപ്പം ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ ഡയബറ്റിക്സ്, ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാൻ പറ്റും. അതായത് രാത്രിയിൽ ബിരിയാണിയോ വയറ് നിറച്ച് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് വരുന്ന കുഴപ്പം നമ്മുടെ ലിവർ കൂടുതൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യും എക്സ്ട്രാ. അപ്പൊ അത് നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മൾ മോർപ്പവർ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആഹാരത്തെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അത് വളരെയധികം പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള കാർബോഹൈഡ്രേറ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുഡിലൊരു രാത്രിയിലത്തെ മാത്രം നമ്മൾ രാവിലെ കഴിച്ചോ രാവിലെ ശരിക്കും പറഞ്ഞ വെള്ളയരിയിൽ ദോശയിലൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 70 ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ രാവിലെ ദോശ കഴിക്കുന്നു. കാരണം നമ്മൾ പല സ്ഥലത്ത് പോകുന്നു വരുന്നു, നമുക്ക് ബോഡിക്ക് എക്സസൈസും കാര്യങ്ങളും ഒക്കെ കിട്ടണം. അപ്പം രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ ഈ രീതിയിൽ ഫുഡ് തുടങ്ങി വൈകിട്ട് നമ്മൾ സലാഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് രാത്രിയിലുള്ള കാർബോഹൈഡ്രേറ്റിനെ കുറച്ചുകൊണ്ട് രാവിലെ മോർപ്പവർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗുളികയുടെ ആധിക്യം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് വരാൻ മോർപ്പവർ. കൊളസ്ട്രോൾ നല്ല ഒരു ന്യൂട്രാസ്യൂട്ടിക്കലാണ് നമ്മുടെ ഈ അതുപോലെ തന്നെ ഈ മോർപ്പവർ. അതോടെ മുഖത്തുള്ള പാടുകൾ, ചെറിയ ചെറിയ കറുത്ത പാട്, എൻ്റെ മുഖത്തും ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കാണാനില്ല. അതിപ്പോ എവിടെ പോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ മുഖത്ത് പാടുണ്ടെങ്കിൽ സാധാരണ സ്ത്രീകൾ, ആണുങ്ങളെക്കാട്ടി പോയി സ്ത്രീകൾ അവർ നോക്കുന്ന എന്താണ്, ഈ എന്തെങ്കിലും ക്രീം വാങ്ങിച്ച് പുരട്ടെ, ആ ക്രീം പുരട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു. പക്ഷെ അതിന് പകരം ഈ മോർപ്പവർ എന്നൊരു കാര്യം രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ മുഖത്തുള്ള ചില ബ്ലാക്ക് പാടുകളൊക്കെ മാറുവാൻ ഈ മോർപ്പവർ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ അതൊരു സൗന്ദര്യവർദ്ധ വസ്തുവായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ മോർപ്പവറിനെ കാണാം. മുഖത്ത് വരുന്ന മാറ്റങ്ങൾ ചെറുപ്പം നല്ല രീതിയിൽ എന്നോട് പലരും ചോദിക്കും, സാറിന് എന്താ നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ടല്ലോ, മുഖത്തിന് നല്ല മാറ്റം ഉണ്ടല്ലോ. അപ്പം പിന്നെ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, വണ്ണം കുറയുന്നുണ്ട്, വണ്ണം ഇല്ലാത്തവർക്ക് അല്പം വണ്ണമൊക്കെ വന്ന് നമ്മളെ ഫിസിക്കലായിട്ട് നമ്മൾ ഓക്കെ ആകുന്നു. അതുപോലെ ഡൈജഷൻ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ മോർപ്പവർ കഴിക്കാത്ത ഒരു ഡയാലിസിസ് പേഷ്യന്റ് കഴിക്കാൻ പാടില്ല, പ്രഗ്നന്റ് ലേഡീസ് കഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ലേഡീസ് പീരിയഡ് ടൈമിൽ കഴിക്കാൻ ബാക്കി സമയത്തെല്ലാം കഴിക്കും കുറച്ച് ക്വാണ്ടിറ്റി. മറ്റ് ലേഹ്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചവനപ്രാശം കഴിക്കുന്നത് അതൊരു ലേഹ്യമാണ്. നമ്മുടെ ശരീരത്തിന് ക്ഷീണം. പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചൊരു മേജറായിട്ടുള്ള ഡാവറിന്റെയോ നല്ല കമ്പനികളുടെയോ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അതെല്ലാം എന്താണ് ചെയ്യുന്നത്, അതിന് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കണം. ഇതെന്താണ്, നമുക്ക് 38 ഇൻഗ്രീഡിയൻസ് ഓർഡിനറിലുണ്ട്, മറ്റേ 46 ഇൻഗ്രീഡിയൻസ് നമ്മുടെ പ്രീമിയത്തിലുണ്ട്. നമ്മൾ 2 ഗ്രാം മാത്രം രാവിലെ കഴിക്കുക. നമ്മുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും, നമ്മൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മോർപ്പവർ. എല്ലാവർക്കും കുട്ടികൾക്ക് വരെ 4 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കഴിക്കാം. പക്ഷെ അത് ശകലം 2 നെൽമണിയുടെ അത്രയും പാലിൽ ചാലിച്ച് സ്പെസിഫിക് എന്തെങ്കിലും ഇഷ്യൂന്റെ കുട്ടികൾക്ക് കഴിയാൻ കുഴപ്പമൊന്നുമില്ല.
പക്ഷെങ്കിൽ ഇഷ്യൂ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ട അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അപ്പൊ അതിൽ നമ്മൾ മോർപ്പോറിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷെ ക്ഷീണം മാറാനും ശരീരത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും ഈ മോർപ്പോർ വളരെയധികം സഹായിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഗുളികകൾ ചില പറയുന്നത് ഷുഗറിന്റെ ഗുളിക നിർത്താൻ പറ്റും. പക്ഷെ അത് കാലക്രമേണ പറ്റും. നമ്മൾ ഒരു ഗുളിക കഴിച്ചു, ഞാൻ 20 ദിവസം കഴിക്കുന്ന ആളാണ്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്ന അരമുറി ഗുളിക ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് ബോഡിയുമായിട്ടൊന്ന് വിടുതൽ ഉണ്ടാക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞ വിടുതലാണ്, ബോഡിയുമായിട്ട് ഗുളിക വിടുതൽ ചെയ്യണം. അല്ല നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യല്ലോ ഒരു ഗുളികൾ, പ്രത്യേകിച്ച് BP ഒക്കെ ആകുമ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം. വിടുതൽ ചെയ്യുമ്പോൾ അത് ഒരു ഗുളിക കഴിച്ചു, അത് ഒന്നൊരാളാക്കി, പിന്നെ അത് അരമുറിയാക്കി, അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് പതുക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് വിടുതൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ അത് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഈ ടാബ്ലറ്റ്സിൽ നിന്ന് നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്താൽ അതിന് പുറത്ത് ചാടുക എന്ന് പറഞ്ഞാൽ വലിയ ഈസിയുള്ള കാര്യമാണ്. അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്, അതിൻ്റെതായ സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് നീക്കാൻ എല്ലാവരും പ്രത്യേകം ഓർമ്മിക്കേണ്ടത്. പിന്നെ നമുക്ക് കമ്പനി കൊണ്ടുവന്നാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റാണ് അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അൾട്രാബെറി ജ്യൂസ് ഉണ്ട്, അത് നമ്മൾ 15 ml 30 ml പറയണമെങ്കിൽ 15 ഷുഗറൊക്കെ ഉള്ള ഒരു 15 ml മതി അതിന്റെ ആവശ്യമുള്ളൂ. രാവിലെ ഒരു 15 ml എടുത്തിട്ട് നമ്മൾ മോർപ്പർ കഴിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം പ്രത്യേകമായിട്ട് വരുന്നില്ല. കാരണം മോർപ്പർ തന്നെ നമുക്ക് എല്ലാവിധ ഇൻഗ്രീഡിയൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ക്ഷീണമുള്ളവർ, നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡയാലിസിസ് ഒരു പേഷ്യന്റ് നമ്മുടെ കൊല്ലത്ത് ശ്രീകുമാർ സാർ കുടിക്കുന്നുണ്ട്. ഡയാലിസിസ് പേഷ്യന്റ് ഒരു 15 ml വെച്ച് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കുടിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ക്ഷീണം മാറി ഇച്ചിരി ആരോഗ്യമൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് അൾട്രാബെറി ജ്യൂസ് കുടിച്ചു. അപ്പൊ അത് നല്ല മാറ്റത്തിലേക്ക് ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ക്ഷീണം മാറാം, വീക്ക്നെസ് ഉള്ളവര് ഇപ്പം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ജലദോഷമോ പനിയൊക്കെ വന്നു, അല്ലെങ്കിൽ മലേറിയ വന്നു, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന ആൾക്കാർ ക്ഷീണമുള്ളവർ, പ്രായമുള്ളവർ, ക്ഷീണമുള്ളവർക്ക് ഈ അൾട്രാബെറി ജ്യൂസ് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശാരീരികമായ പിന്നെ ഉത്തേജനത്തിന് അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഡൈജഷൻ നല്ലതാണ്. വണ്ണം കുറയുന്നതിനൊക്കെ നമുക്ക് ഈ അൾട്രാബെറി ജ്യൂസ് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ജ്യൂസ് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫുൾ ഡേ എനർജി ആയിട്ട് തരാനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഡെങ്കിപ്പനിക്ക് പ്ലേറ്റ്ലെറ്റ് പറയും. കാരണം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഡെങ്കിപ്പനി വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മുടെ മാട്രസിൽ കിടക്കുകയും മാഗ്നറ്റിക് വാട്ടർ കുടിക്കുകയും അതോടൊപ്പം നമ്മൾ ഈ അൾട്രാബെറി ജ്യൂസ് കൂടെ കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്ലേറ്റ്ലെറ്റ് ഒരിക്കലും കുറയില്ല. കാരണം ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കണ്ടായിരുന്നു, അവർക്ക് പിന്നെ ഹോസ്പിറ്റലായിട്ട് പോലെ ബെഡ് ഇട്ടു, നമ്മുടെ വെള്ളം കുടിച്ചില്ലെങ്കിൽ 1,10,000 താഴെ അവരുടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞില്ല. മെഡിസിൻസ് എടുത്തു, നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ മെഡിസിൻ എടുത്തപ്പോൾ തന്നെ 1,10,000 താഴെ ആ പ്ലേറ്റ്ലെറ്റ് താണില്ല. അപ്പൊ അന്ന് അൾട്രാ ജ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നിൽ പോലും നമ്മുടെ മാഗ്നറ്റിക് വാട്ടറും നമ്മുടെ ബെഡും ഉപയോഗിച്ച് ഹോസ്പിറ്റലിലെ മെഡിസിൻസ് കഴിച്ച് ചിലർക്ക് ഭയങ്കര സിവിയർ ആയിരുന്നു. 3 ദിവസം ആഹാരം പോലും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണല്ലോ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കിട്ടുന്നത്. ആ പ്ലേറ്റ്ലെറ്റ് നല്ല രീതിയിൽ കുറഞ്ഞ്, പക്ഷെ 1,10,000 താഴെ വരെ അതിനുശേഷം അത് കുറഞ്ഞതില്ല. പക്ഷേ ഈ ഡെങ്കിപ്പനി ഉള്ളവരൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം ബെഡ് മാറ്റി വെച്ചിട്ട് വേണം കിടക്കാൻ. കാരണം ഈ ബെഡിൽ കിടന്ന് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും. ചിലപ്പോൾ അത് ഞങ്ങൾ പിന്നെ തല കറങ്ങുന്ന പോലെ തോന്നും. ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് 3 ലക്ഷത്തോളം. അങ്ങനെ ബെഡ് ഒരാഴ്ചയോളം മാറ്റി വെച്ചിട്ട് പിന്നെ കിടന്നു കഴിഞ്ഞ് നോർമലായി മാറി. കാരണം നമ്മൾ ഗുളിക നിർത്തി കഴിയും, ഗുളിയും ഒരു ടാബ്ലറ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സിൻക്രീസ് ആവും. അപ്പൊ അങ്ങനെ നമ്മുടെ ബെഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഡെങ്കിപ്പനി ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യും. അതോടൊപ്പം അൾട്രാബെറി ജ്യൂസും കൂടെ കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പം വണ്ണം കുറയാനും പിന്നെ യൂറിനറി പ്രശ്നങ്ങളുള്ളവർ, ഇപ്പം പലരും ഉണ്ട് വെള്ളം കുടിക്കില്ല. ഇപ്പം ചൂട് സമയത്ത് കുടിക്കുക, അല്ലാത്ത സമയത്ത് 2 ലിറ്റർ വെള്ളം കുടിക്കാൻ, പ്രത്യേകിച്ച് വനിതകളെ സംബന്ധിച്ചാണ് പലയിടത്തും വീട്ടിൽ ഞാനൊരു 2 ലിറ്റർ അവരുടെ കിച്ചണിലെ പണി വീട്ടിലെ പണി എല്ലാം കഴിയുമ്പോൾ ഒരു വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. അപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ കൂടെ അവർ കുടിക്കാറില്ല. പക്ഷെ ആ 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരാൾ കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വയറ്റുകളിൽ ദേഹത്തുള്ള ടോക്സിൻസ് കൊടുക്കും. നമ്മൾ ഏത് സപ്ലിമെന്റ്സ് കൊടുത്താലും, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഏത് സപ്ലിമെന്റ്സ് കൊടുത്താലും അവർക്ക് മാട്രസ് പാഡും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മാട്രസ് പാഡ് ഒരു 15 തൊട്ട് 30 ദിവസം വരെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ബോഡിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടോക്സിൻസ് എങ്ങനെ മാറും? അത് മാറണമെങ്കിൽ നമ്മുടെ ഈ മാഗ്നറ്റിക് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ അത് മൂത്രത്തിനകത്തായാലും മലത്തിൽ കൂടെ ആയാലും പോകത്തുള്ളൂ. അല്ലാതെ നമ്മളുണ്ടൊരു സപ്ലിമെന്റ്, സാറേ ഗുളിക കഴിച്ചോ, ഞങ്ങളുടെ ടാബ്ലറ്റ് ആണ് നല്ലതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അൾട്രാബെറി ഉപയോഗിച്ചോ, മോർപോർ ഉപയോഗിച്ചോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം മാട്രസ് കൊടുക്കുക, അതിൽ കിടന്ന് ഉറങ്ങുക, ഈ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് നമ്മുടെ ബോഡിക്കകത്തുള്ള കെമിക്കലുകളെ മൊത്തം അടിച്ച് പുറത്ത് ചാടിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഈ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നത്. അപ്പോൾ ചിലർക്ക് ചില ടാബ്ലറ്റ്സിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടത്, ആദ്യം ആ വെള്ളം കുടിച്ചുകൊണ്ട് കറക്റ്റായിട്ട് 3 ലിറ്റർ വെള്ളം കുടിച്ച് ശരീരത്തെ ഇത്രയും നാൾ ഗുളിക കഴിച്ചതിന്റെ കെമിക്കലെല്ലാം വേടി കിടക്കുക, അതൊന്ന് പോകണ്ടേ. അത് പോകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാട്രസ് പാഡ് കൊടുക്കുക. അവരുടെ ടോക്സിൻസുകളെ നമ്മൾ വെള്ളം കുടിച്ച് ഇല്ലാതാക്കി ബോഡിയെ ക്ലീൻ ആക്കുക. ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ആക്കുക. ക്ലീൻ ആയതിനു ശേഷം
നമ്മുടെ ടാബ്ലറ്റ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓർപ്പോറിനൊക്കെ ഭയങ്കര റിസൾട്ടുകളാണ്. ഇപ്പം ഡൈജഷന്റെ പ്രശ്നമുള്ളവർക്ക്, കണ്ണിന്റെ കാഴ്ചശക്തി, എല്ലാത്തിനും നമുക്ക് അതുപോലെ തന്നെ ഈ അൾട്രാബെറി ജ്യൂസുകളൊക്കെ നല്ല റിസൾട്ടുകൾ നമ്മളിലേക്ക് വരും. ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ ഞാൻ നിന്ന് നോക്കാറുണ്ട്. എന്റെ ദൈവമേ, ഇതെന്തൊരു മനുഷ്യരാണ്! 10-25 പേരാണ് വൈകുന്നേരങ്ങളിൽ ഈ ടാബ്ലറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. പക്ഷെ ഇത്രയും ജനം നിന്നിട്ട് പോലും പലരും നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് പലരും, ചില ആൾക്കാരൊക്കെ ഇത് എന്തുവാ ഏതാണെന്ന്, പക്ഷെ ഇപ്പോഴും മനുഷ്യരിത് മനസ്സിലാക്കിയിട്ടില്ല. ഇത് അമൃതാണ്, ഇത് മൃതസഞ്ജീവനിയാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാം. കാരണം നമ്മളെപ്പോൾ ഉപയോഗിച്ച പല ആൾക്കാരും പറയുന്നത്, ഞാൻ ഈ സാധനം നേരത്തെ വാങ്ങിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു ഗുജറാത്തിലൊരു ലീഡറുണ്ട്, വേറൊരു ഗ്രൂപ്പിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ പറയുന്നൊരു ആരതി സോണിയുടെ ഹസ്ബൻഡാണ്, പരേഖ് സോണി എന്ന് ഹിന്ദി സോമിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു സാറാണ്. സാറ് പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ് എന്റെ ബാക്ക് പെയിന് വേണ്ടി, എന്റെ ഒരു ഫ്ലാറ്റ് വരെ വിറ്റു, 15 ലക്ഷം രൂപ ചെലവാക്കി ഞാൻ ബാക്ക് പെയിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് 6-7 വർഷക്കാലം. അവസാനം എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റാതെ വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞിട്ട് പോലും ഞാനിത് എടുത്തില്ല. 90 ദിവസം എനിക്ക് എടുക്കേണ്ടി വന്നു. അവസാനം ഇത്ര ഫോഴ്സ് ചെയ്തപ്പോഴാണ് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നത്. അങ്ങനെ 3 മാസം കൊണ്ട് പുള്ളിയുടെ ബാക്ക് പെയിൻ പോയി. പുള്ളി പറയണേ, എനിക്കിത് കിട്ടിയ അതിന്റെ 15 ലക്ഷം രൂപ എനിക്ക് ലാഭമായിരുന്നു. അതോടൊപ്പം തന്നെ അപ്പം പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, നിങ്ങളുടെ അടുത്ത് ഈ ബയോട്ടോറത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 90 സെക്കൻഡ് പോലും ചിന്തിക്കാതെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണം. കാരണം എനിക്ക് 90 ദിവസം എടുക്കേണ്ടി വന്നു ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എടുക്കണമെന്നുണ്ട്. പൈസയുടെ ബുദ്ധിമുട്ടല്ല, പക്ഷെങ്കിൽ വേണോ വേണ്ട, ഇതുകൊണ്ട് മാറുമോ, ഞാൻ 15 ലക്ഷം രൂപ മെഡിക്കൽ എക്സ്പെൻസ് ചെയ്തിട്ട് മാറാത്തത് എങ്ങനെ, ഒരു മെത്തേ കിടന്ന് അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മാറും. പക്ഷെ ഇന്ന് അദ്ദേഹം ആരോഗ്യത്തോട്ടിരിക്കും. അദ്ദേഹം പറയുന്നത് ഇതാണ്, 90 സെക്കൻഡ് പോലും എടുത്ത് ഉപയോഗിക്കൂ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് മാറ്റം. ചില ആൾക്കാർ പറയുന്ന ഒരു ഡയലോഗാണ്, റിസൾട്ട് കിട്ടി. നമ്മൾ സൂപ്പർ ഡീലക്സിന്റെ ഒരു പ്രോഡക്റ്റ് 9800-ന്റെയോ 16,500-ന്റെയോ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെള്ളം കറക്റ്റായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് വരും. ഈ വെള്ളം കുടിയിൽ വരുന്ന പോരായ്മകളാണ് റിസൾട്ട് മുന്നോട്ടും ഇങ്ങോട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ 1-1.5 വർഷമായിട്ട് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ എൻ്റെ ബോഡിക്കകത്ത് ഒരു 3 മാസമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്താ പറയാ, 3 മാസം കഴിഞ്ഞ്, അയ്യോ സാറേ ഇത് കൊള്ളത്തില്ല, അങ്ങനല്ല. ഇതിന് സമയമെടുക്കും. ഓരോ ബോഡിക്ക് അവരുടെ ഇതൊക്കെ, മനുഷ്യന്റെ ടെൻഷൻ, മനുഷ്യന്റെ ശാരീരിക പ്രശ്നങ്ങൾ, ആഹാര രീതി, ഇതെല്ലാം ഡിപ്പെൻഡ്. ഇപ്പൊ അതിൻ്റെതായ സമയം, ചിലപ്പോൾ 1 വർഷം 1.5 വർഷം എടുക്കുന്നുണ്ട്, വരെ എടുക്കുന്ന സമയങ്ങൾ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ സമയം എടുക്കുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് പ്രോഡക്റ്റിന്റെ കുഴപ്പമില്ല, നമ്മുടെ ശാരീരികപരമായ പ്രശ്നങ്ങളാണ്. അത് മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, വർഷങ്ങളായിട്ട് ഗുളിക കഴിച്ച് മെഡിസിൻസ് കഴിച്ച് പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസുകൾ മാറുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ടുള്ള ഹെവി ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനി കൊണ്ടുവന്ന വേറെ കാര്യമാണ് നമ്മുടെ ഗീർ നെയ്യ്. അതിപ്പോ നെയ്യിലാണെങ്കിൽ നമുക്ക് നെയ്ക്കകത്ത് കൊളസ്ട്രോൾ ഇല്ല, നെയ്ക്കകത്ത് ഒരു കാരണവശാലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല, വളരെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് ഡാലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, അപ്പൊ നോർത്ത് ഇന്ത്യൻ ഡാലുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പലപ്പോൾ നെയ്യൊക്കെ ഇട്ട് കടുവറുത്ത നല്ല ടേസ്റ്റ്, ചപ്പാത്തിയിൽ പുരട്ടിപ്പെടുന്നത്. ഈ നെയ്യ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗീർ പശുവിന്റെ നെയ്യാണ്. ഗുജറാത്തിൽ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലും ഗീർ പയ്യന്റെ നെയ്യാണ് കിട്ടുന്നത്. അപ്പൊ അതിന് 1 കിലോയ്ക്ക് 3250 രൂപയാണ് കമ്പനി അതിന്റെ റേറ്റ് നമുക്ക് തന്നേക്കുന്നത്. അത് വലിയ റേറ്റ് അല്ല, കാരണം ഇവിടെയൊക്കെ തന്നെ 3000 രൂപ വരെ റേറ്റ് ഉണ്ട്. ഗുജറാത്തിലൊക്കെ ഒരു ഗീർ പയ്യന്റെ നെയ്യ് വേണമെങ്കിൽ 3000 കുറഞ്ഞ് 3000 തൊട്ട് 4000. കാരണം അവർ പറയുന്നത് 1 കിലോ നെയ്യ് ഉണ്ടാക്കണേ 33 ലിറ്റർ പാല് വേണം. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ 33 ലിറ്റർ പാലിന്റെ റേറ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഇത്രയും പാലെടുത്തിട്ട് ഇവരെങ്ങനെയാണ് ഇത് റെഡിയാക്കിയത്. ഇതെല്ലാം റെഡിയാക്കി ഇത് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇട്ടുന്ന പാല് സാറിന് നമ്മൾ ചാണകത്തിന്റെ ഉണങ്ങിയ പട്ട ഉണ്ടല്ലോ, അത് ഇട്ടോ, അല്ലാതെ വിറകിട്ടോ ഗ്യാസ് ഇട്ടോ അല്ല ഇത് തിളപ്പിക്കണം. ഇത് മൺകലത്തി വെച്ചിട്ട് ഈ ചാണകത്തിന്റെ ഉണങ്ങിയ പട്ട അത് ഇട്ടുകൊണ്ട് അതിനെ നീറ്റിയിട്ടാണ് അത് പതുക്കെ പതയില്ലാത്ത രീതിയിൽ അതിനെ തിളപ്പിച്ചെടുത്തിട്ട് അതിനെ തണുപ്പിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ 1 ദിവസം അതിനുശേഷം നമ്മൾ ഈ തൈര് അതിനകത്ത് ഇട്ടിട്ട് അതിനെ 24 മണിക്കൂർ നമ്മൾ വെച്ചിരിക്കും. 24 മണിക്കൂറിന് ശേഷം ഇതിനെ എടുത്തിട്ട് നമ്മൾ പണ്ട് കാലത്ത് മത്തിട്ടാണ്, നമ്മളിപ്പോ മിക്സിക്കകത്തിട്ട് അടിക്കുന്നത്, പക്ഷെ പണ്ട് കാലത്ത് മത്തിട്ടാണ് ഈ പാല് കടയുന്നത്. അപ്പൊ അങ്ങനെ മത്ത് ഇട്ടിട്ട് കാലുകിന് 2 കയറൊക്കെ കെട്ടിയിട്ട് നല്ല രീതിയിൽ അതിനെ കടഞ്ഞെടുക്കും. ആ നെയ്യ് സ്റ്റെയിൻലെസ് സ്റ്റീലായി കിട്ടുന്ന ആ ഒരു നെയ്യുണ്ട്, ആ നെയ്യ് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ആ പാത്രത്തിൽ ഇട്ടിട്ട് അതിനെ തിളപ്പിച്ച് ഉരുക്കി എടുത്തുകൊണ്ട് ആണ് നമുക്ക് ഈ പ്രോഡക്റ്റ്. ഇത്ര നാച്ചുറലായിട്ടും ലേബറുള്ള
ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഗീർ നെയ്യ് തരുന്നത്. ഇത് നമുക്ക് വിറ്റാമിൻസ് നല്ലതാണ്, തലമുടിയുടെ വളർച്ച നല്ലതാണ്, സൗന്ദര്യ ബോഡിക്കുള്ള സ്കിന്നിന്റെ നല്ല കളറിന് നല്ലതാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഒട്ടും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗിയർ പശു. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഒരു പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, മിസ്വാക്ക്. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗദിയിൽ അവിടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും, ഒരു സൈസ് കമ്പുണ്ട്, കമ്പിട്ട് പല്ല് തേക്കും. അതാണ് മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാണ്. അതിന്റെ എക്സ്ട്രാക്ട് വരെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം മതി. കുറച്ച് മാത്രം നമ്മൾ പല്ല് തേഞ്ഞ് പല്ലിന് നല്ല വെളുപ്പുണ്ടാകുന്നു, മോണയ്ക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാകുന്നു, പല്ലിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നു. അപ്പൊ നമ്മുടെ വായുനാറ്റം കുറയുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഒരു ഓറൽ സപ്പോർട്ടാണ് നമ്മുടെ വായിക്ക് ശരിക്കും കിട്ടുന്നത് ഈ മിസ്വാക്ക് എന്ന് പറയുന്ന പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേസ്റ്റ് നമ്മളിപ്പം വിചാരിക്കുന്നത് സാർ ഇത് നല്ല വിലയാണ്, ശരിയാണ്. നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് ചെന്ന് കയറുമ്പോൾ അറിയാം അവർ പറയുന്ന കാര്യങ്ങൾ, പല്ലിന് ആ പ്രശ്നമുണ്ട്, ഒരു റൂട്ട് കനാൽ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് പോകുന്നു എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡെന്റിസ്റ്റിന്റെ കയ്യിലേക്ക് നമുക്ക് മാറിപ്പോകുന്നത്. പക്ഷെ അതുമായിട്ട് നോക്കുമ്പോൾ നമുക്കിത് വളരെ തുലാം കുറച്ച്. നമ്മുടെ പേസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ നല്ല കമ്പനിയുടെ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല്ലിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഡയബറ്റിക്സുകാരെ സംബന്ധിച്ച് ഡയബറ്റിക്സ് കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ ആദ്യം പോകുന്നവരുടെ പല്ലാണ്, കണ്ണിന് പ്രശ്നം വരും, പല്ലിന് പ്രശ്നം വരും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ടാണ് ഞാനെല്ലാം കഴിക്കും, എന്റെ ഷുഗർ 10-300 ഉണ്ട്, കുഴപ്പമില്ലെന്ന്. പക്ഷെ അതില്ല, അത് നമുക്ക് പിന്നെ അതെല്ലാം കൂടെ ഒറ്റയടിക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അതിനുശേഷം കമ്പനി ഇറക്കിയ ഏറ്റവും വലിയ ഒരു ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ഇപ്പം നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഒരു കമ്പനി ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ കമ്പനിയുമായിട്ട് നമ്മുടെ കമ്പനി അതായത് RHN എന്ന് പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂട്രീഷൻ, അതിന്റെ തന്നെ നമ്മൾ ആ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ആ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇലയിൽ നിന്നാണ് നമ്മൾ ആ ടാബ്ലറ്റ്സുകൾ നമ്മൾ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ടാബ്ലറ്റ്സുകൾ നമുക്ക് വേണ്ടി കമ്പനി ഇറക്കിയിരിക്കുന്നു. അതിപ്പം കുറച്ച് നാളായിട്ട് ഈ കമ്പനി ഇന്ത്യയിലാകമാനം നല്ല രീതിയിൽ അതിൻ്റെതായ പ്രോഡക്റ്റും കാര്യങ്ങളും വേറൊരു പേരിൽ വിറ്റിരുന്നു. ആ കമ്പനിയുമായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് ശിവാംഗി ദേശായി എന്നാണ്. ശിവാംഗി ദേശായി എന്ന് പറഞ്ഞാൽ ഡോക്ടർ സ്നേഹ ദേശായി എന്ന് പറയുന്ന ട്രെയിനറുടെ വൈഫാണ്. അവർ അഹമ്മദാബാദ് ബേസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പനിയുമായിട്ട് നമ്മുടെ സഗർ സാറിന്റെ ഈ ബയോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഡോക്ടർ സ്നേഹ ദേശായി എന്ന ട്രെയിനർ കമ്പനിയുടെ ഏറ്റവും വലിയ അഡ്വൈസർ ആയിരുന്നു. സാഗർ സാറിന്റെ ഏറ്റവും അടുത്ത ഫാമിലി ഫ്രണ്ടാണ് ഇവര്. അപ്പൊ അങ്ങനെ ഇവരുമായിട്ടൊരു വൈവിധ്യമായ ബന്ധം വർഷങ്ങളായിട്ട് നമ്മുടെ സാറിനും ഫാമിലിക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് സാർ ഈ ടാബ്ലറ്റിനെ കുറിച്ച് സംസാരിക്കുക. അവർ ഓൺലൈനിലും മറ്റു രീതിയിൽ അത് വേറൊരു പേരിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കമ്പനി പല പ്രോഡക്റ്റിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ എടുത്താൽ എന്താണ്, അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തും ഇന്ത്യയിലും ഉള്ള പേറ്റന്റോട് കൂടി നമുക്ക് ആ കമ്പനി നമുക്ക് വേണ്ടി മാത്രമാണ് ഈ ടാബ്ലറ്റിന് കിട്ടുന്നത്. അവരുടെ ഓൺലൈൻ ബിസിനസ്സിലെല്ലാം ഇപ്പൊ അവർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഈ ബയോട്ടോറിയം ഒരു വലിയ മാറ്റം ലോകത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുകയാണ് ഈ ബയോട്ടോറിയം മറ്റ് പ്രൊഡക്ട്സുകളിന് കൂടെ. അപ്പം ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, PCOD അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അസുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഇറക്കിയിരിക്കുകയാണ് ആ ടാബ്ലറ്റ്സുകൾ. ഇപ്പൊ ഏതാണ്ട് 10 ടാബ്ലറ്റ്സുകളാണ് കമ്പനി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നു, നമുക്ക് ആഹാരം കഴിക്കും. ഇപ്പൊ നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പിന്നെ വിഷപദാർത്ഥങ്ങൾ, ഇപ്പം നമ്മൾ കെമിക്കൽ ഇട്ട പച്ചക്കറി കഴിക്കുന്നു, യൂറിയ ഇട്ട പച്ചക്കറി കഴിക്കുന്നു. അപ്പൊ നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് തന്നപ്പം തന്നെ അതെല്ലായിടത്തും എത്തിയിട്ടില്ല. അത് എത്തുമ്പോൾ മാത്രമേ നമുക്ക് കെമിക്കൽ ഇല്ലാത്ത ഒരു പച്ചക്കറി നമ്മൾ കഴിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ കഴിക്കാം. പിസ്സ കഴിക്കുന്നു, ബർഗർ കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും നമ്മുടെ ശരീരവുമായിട്ട് ഇണങ്ങി ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ശരീരമായിട്ട് ഇണങ്ങാനേ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ ടോക്സിൻസുകളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ നല്ല രീതിയിൽ നമുക്കൊരു ആരോഗ്യം പ്രദാനം ചെയ്യാൻ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സുകൾ നമ്മൾ സഹായിക്കുന്ന സംശയമില്ല. ഓൾറെഡി അതിന്റെ റീപർച്ചേസിലാണ് കമ്പനി ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്പാച്ചിൽ ഇന്ന് 2 ദിവസത്തിനകത്ത് ഓൾറെഡി കമ്പനിയിൽ നിന്ന്
പോരുകയും എല്ലാവർക്കും അത് എത്തിച്ചേരുകയും പല ആൾക്കാരും ഡയബറ്റിക്സിന്റെയും അതോടൊപ്പം തന്നെ ഡീപ്പ് സ്ലീപ്പിന്റെ ഒക്കെ ടാബ്ലറ്റ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി നമ്മുടെ എല്ലാം വീടുകളിൽ എത്തും. കാരണം നമ്മുടെ കിച്ചൺ എന്ന് പറയുന്ന ഒരു ഫാർമസിയാണ്. കിച്ചണിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചത്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും സാധനങ്ങളോ ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല. അപ്പൊ അത് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നമുക്കറിയാം, പിന്നെ പുറകിൽ നിന്ന് കിട്ടുന്ന ചെടികളിൽ നിന്ന് വരുന്ന എല്ലാ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇലകളിൽ നിന്ന് മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ പുതിയ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്, ഈ ബയോ നാച്ചുറൽസ് എന്ന് പറയും. അതിന്റെ പേര് ഈ ബയോ നാച്ചുറൽസ് എന്നാണ്. അപ്പൊ ഇതിന് നമ്മളൊരു ഇലയെ സംബന്ധിച്ച് അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി അത് സെപ്പറേറ്റ് ചെയ്യും. മെഡിസിനൽ പ്രോപ്പർട്ടി സെപ്പറേറ്റ് ചെയ്യാണ് നമ്മളായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അസുഖം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? ഇൻഫ്ലമേഷൻ ഉണ്ട്, നമുക്ക് ബാഡ് ബാക്ടീരിയ വളരുന്നു, ഗുഡ് ബാക്ടീരിയ കുറയുന്നു, ലോ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ സെൽസുകൾ ഡാമേജ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ അസുഖക്കാരുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് ബോഡി മാറുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നൽകാൻ വേണ്ടിയാണ് നമ്മളെ ഈ ഓരോ ഇലയിലുള്ള മെഡിസിനൽ പാർട്ട്. ഇപ്പൊ നമ്മൾ വേപ്പിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് 14-16 ഗുണങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള പല രീതിയിലുള്ള ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട്, പിന്നെ ചുമ കുറയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ള മെഡിസിനൽ ആയിട്ടുള്ള പല ഐറ്റംസ് അതിനകത്തുണ്ട്. ഇപ്പൊ അതേസമയം ഒരു വേപ്പില നിന്നാൽ മാറുമോ? ചുമ മാറുമോ? ഇല്ലല്ലോ. ഷുഗർ മാറും? ഇല്ല. പക്ഷെ അതിന്റെ മെഡിസിനൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രകൃതിയിൽ കിട്ടുന്ന ഇലകളിൽ നിന്നും അതിനകത്തുള്ള മെഡിസിനൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ചുമക്കാർക്ക് വേണമെങ്കിൽ ചുമയ്ക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മാത്രം അതിന്റെ മെഡിസിനൽ പാർട്ട് യൂസ് ചെയ്യാം. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഡയബറ്റിക്സിന്റെ മാത്രമുള്ള മെഡിസിനൽ പാർട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനെ ഒരു പ്ലാന്റിൽ തന്നെ 2-3 മെഡിസിനൽ വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് ഏത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസീസിന് സൂട്ടബിൾ ആണ് ആ രീതിയിൽ മാറ്റിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടിരുന്നതാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന ഈ ടാബ്ലറ്റുകൾ. അപ്പൊ ഇതിനകത്ത് ഇപ്പം പറയുകയാണെങ്കിൽ ഇത് 100% ഓർഗാനിക്കാണ്. അപ്പൊ ഇത് ഓർഗാനിക്കാണ്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പൊ 2006 മുതൽ ഇവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2006 മുതൽ റിസർച്ച് ചെയ്തിട്ട് ഇന്ന് 2025 2024 വരെയുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 50ലധികം ഡോക്ടർമാരും അതിന്റെ സ്റ്റാഫും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പല റിപ്പോർട്ടുകൾ ICMRന്റെ വെബ്സൈറ്റിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ടാബ്ലറ്റ്സ്. ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല. ഇതിന്റെ ടാബ്ലറ്റ്സിന്റെ പുറത്തു പോലും യാതൊരു വിധമായ രീതിയിലുള്ള കെമിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ നോക്കണം. പല ആയുർവേദ പ്രൊഡക്ട്സുകളും അല്ലെങ്കിൽ മറ്റുള്ള ടാബ്ലറ്റ്സും നമ്മൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കും. ഷുഗറിനകത്ത് മാത്രമേ 6 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഡയബറ്റിക്സിന്റെ ടാബ്ലറ്റ്സിൽ മാത്രമേ ഇതിനകത്ത് 6 ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ളിടത്തെല്ലാം 4 കൂടി ഇൻഗ്രീഡിയൻസ് ഇല്ല. അപ്പൊ അങ്ങനെ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൊണ്ട് ഏറ്റവും ഫലവത്തായ രീതിയിലാണ് ഈ ഗുളിക നമുക്ക് ഈ ടാബ്ലറ്റുകൾ നമുക്ക് തന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഇലകളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് മാറ്റിക്കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, 600 ഷുഗർ ലെവൽ ഉള്ള ഒരു പാർട്ടി ഇത് ഉപയോഗിച്ചു കഴിഞ്ഞ് ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഷുഗർ 100 ലെവലിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് ആ റിസൾട്ടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിൽ നല്ലധികം ഫോളോങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 60 ഗുളിക്ക് 3250 രൂപയാണ് കമ്പനി വില എടുക്കുന്നത്. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ പ്രൈസ് കൂട്ടി വരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്കറിയാം 20 രൂപയ്ക്കും ചില കമ്പനികളുടെയൊക്കെ റേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്, 20 രൂപ 25 രൂപ വരെ സപ്ലിമെന്റ്സ്, ഷുഗറിന്റെ സപ്ലിമെന്റ്സിന്റെ ടാബ്ലറ്റ്സിന് വില ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മറ്റ് കമ്പനികളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിത് എടുക്കുമ്പോൾ ഇത് പുതിയൊരു ടെക്നോളജിയാണ്. ഇലകളിൽ നിന്ന് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ടാബ്ലറ്റ്സ്. ഈ കമ്പനിയുടെ റൈറ്റ് ഹ്യൂമൻ ന്യൂട്രീഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അങ്ങനെയാണ് ഈ കമ്പനിയുടെ RHN. അതിന്റെ പേരാണ് റൈറ്റ് ഹ്യൂമൻ ന്യൂട്രീഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അഹമ്മദാബാദ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനികൾ ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞത്, അതായത് ഷുഗർ ഫ്രീ ആണ്, സയന്റിഫിക്കലി റിസർച്ച്ഡ് ആണ്, 100% കെമിക്കൽ ഫ്രീ ആണ്, നോ സ്റ്റിറോയിഡ് ഇല്ല, DSIR ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് ഈ കമ്പനി, അതായത് ഹെവി ആയിട്ടുള്ള ഒരു മെറ്റൽസും ഇല്ല, പ്രിസർവേറ്റീവ്സ് ഫ്രീ ആണ് ടാബ്ലറ്റ്സിൽ, ഹെവി മെറ്റൽസ് ഇല്ല, നോ ആഡഡ് ഹോർമോൺസ് ഇല്ല, ഷെൽഫ് ലൈഫ് 36 മാസമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയാം. പ്രിസർവേറ്റീവ്സ് ഫ്രീ ആണ്. ഇപ്പൊ നമ്മൾ ലിക്വിഡ് ഫോമിൽ ഇതിപ്പോ ഒരു ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. ഇതിപ്പോ സോളിഡ് രൂപത്തിലായതിന് പ്രിസർവേറ്റീവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പ്രിസർവേറ്റീവ്സ് ഫ്രീ ആണ്, ഹെവി മെറ്റൽസ് ഫ്രീ ആണ്, നോ ആഡഡ് ഹോർമോൺസ്
ഇല്ല. ഷെൽഫ് ലൈഫ് ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, 100% ഓർഗാനിക് ആണ്, പിന്നെ ഷുഗർ ഫ്രീ ആണ്, സയന്റിഫിക്കലി റിസർച്ച്ഡ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, 100%. USDA ഓർഗാനിക് ആണ്, പിന്നെ നോ സ്റ്റിറോയിഡ് ഇല്ല, DSIR ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മളിത്. അപ്പൊ അതിനകത്ത് ഹാജരായിട്ട് തന്നിരിക്കുന്നത് ഡീപ് സ്ലീപ്പ് എന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. എന്താണ് ഈ ഡീപ് സ്ലീപ്പ്? നമുക്ക് നല്ല ഉറക്കം വരും. ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളെ സംബന്ധിച്ച്. 7 മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങിയിരിക്കണം. ഉറങ്ങിയില്ലെങ്കിൽ പല രീതിയിൽ ഇപ്പം നമ്മൾ ബേസിക് ഷുഗറിന്റെ കാര്യം, ഷുഗറുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഉറക്കം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫാസ്റ്റിംഗ് ഷുഗറിനകത്തും അതിന്റെ വ്യത്യാസം കാണും. സ്ലീപ്പ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്. ഈ 3-4 ഐറ്റംസ് സംയോജിക്കുമ്പോഴാണ് നമ്മുടെ ഉറക്കം, ഈ ഫാസ്റ്റിംഗ് ഷുഗർ നമുക്ക് പിന്നെ വളരെയധികം കൂടി നിൽക്കുന്നത്. അപ്പോൾ ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഉറക്കം വന്ന് കിടന്നു, അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. പക്ഷെ നമ്മളൊക്കെ മാട്രസ് ഉപയോഗിക്കുന്നവർക്ക് നല്ല ഉറക്കം ഉണ്ടെന്ന് സത്യമാണ്. പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാർക്ക് കൂടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അപ്പൊ ഉറക്കം വരാത്ത ചില കേസുകളുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? നല്ല ഉറക്കം കിട്ടണം. ഇത് ഉറങ്ങി കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഉറങ്ങി മാട്രസ് പാഡിലൂടെ കിടന്നു കഴിയുമ്പോൾ നല്ല ഉറക്കം വരും. അപ്പൊ അങ്ങനെയുള്ളവർ 1 തൊട്ട് 2 ടാബ്ലറ്റ് വരെ, 1 to 2 ടാബ്ലറ്റ്സ്, 2 അവേഴ്സ് ഒരു ടാബ്ലറ്റ് കഴിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കുറഞ്ഞില്ല 2 ടാബ്ലറ്റ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരു 15 ദിവസം കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്ലീപ്പായിട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറയുന്നില്ലെങ്കിൽ മാത്രം ഒരു ടാബ്ലറ്റ്സ് കൂടെ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ലെന്ന് അവരെന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് 2 അവർ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഈ ഡീപ് സ്ലീപ്പിന്റെ ടാബ്ലറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം വേണം. ഇപ്പൊ സാഗർ സാർ മെഞ്ഞാന്ന് സൂമിൽ പറയുണ്ടായി, സാറ് ഉറക്കം വരാറായിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് 3 മണി 4 മണി വരെ നമുക്ക് വേണ്ടിയില്ല, ഇത്രയും നാൾ രാവിലെ 11 മണി തൊട്ടുള്ള വർക്കാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉറക്കം വരില്ല. ഓരോ ടെൻഷനും കാര്യങ്ങളും, നാളത്തെ കുറിച്ച് ഇത് പ്ലാൻ ചെയ്ത്, ചില സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് തീരാൻ തന്നെ അതിന്റെ സമയം എടുക്കും. ഇപ്പം റീപർച്ചേസിന്റെ തന്നെ നോക്കിയോ, സോഫ്റ്റ്വെയറായിട്ട് ഫെബ്രുവരി മാസം തൊട്ട് വർക്ക് തുടങ്ങിയാണ്. അപ്പൊ അതുവരെയും ഫുള്ളായിട്ടില്ല, അതിന്റെ ഒരു പാർട്ട് തീർന്നു, പക്ഷെ ബാക്കി പാർട്ടും കിടക്കണം. ഇപ്പൊ ഇത് അതിൻ്റെതായ സമയം അതെടുക്കും. അപ്പം ഈ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർന്നില്ല എന്നുള്ള ടെൻഷൻ വരുമ്പോൾ ഉറക്കം വരില്ല. അപ്പൊ ഉറക്കം വരാൻ വേണ്ടി ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചപ്പോൾ നല്ല 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങി നല്ല ഫ്രഷ് ആയിട്ട് മാട്രസ് കിടക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ കൂടുതൽ സ്ട്രെസ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് നമുക്ക് ഈ ഡീപ് സ്ലീപ്പിന്റെ ടാബ്ലറ്റ് കൊടുത്താൽ കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും കറക്റ്റായിട്ട് എഴുന്നേറ്റ് നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കാൻ നമുക്ക് ഈ ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഡോസേജും കാര്യങ്ങളെല്ലാം നമ്മൾ ടാബ്ലറ്റ് ബോട്ടിലിന്റെ മേളിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡോസേജിനെ കുറിച്ച് ആരും അറിയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ബ്യൂട്ടി വൈറ്റൽ എന്ന് പറയും. ബ്യൂട്ടി വൈറ്റൽ എന്ന് പറയാൻ തലമുടി പൊട്ടിപ്പോവുക, തലമുടി കൊഴിഞ്ഞു പോവുക, വിറ്റാമിന്റെ കുറവ് കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുക, സ്ട്രെസ്, ഹോർമോൺ വ്യത്യാസം, ഇതിനെല്ലാം പരിഹാരം തരാനാണ്. ഇത് നല്ല ചർമ്മ ഭംഗി തരും. അപ്പം തലമുടി നല്ല രീതിയിൽ തഴച്ചു വളരുന്നതിനൊക്കെ ബ്യൂട്ടി വൈറ്റൽ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. ഇപ്പൊ എല്ലാവരും നല്ല ഷാമ്പു പുരട്ടുന്നു, നല്ല എണ്ണ പുരട്ടുന്നു. ഇതെല്ലാം നമ്മൾ പുരട്ടി നോക്കിയാൽ പോലും നമ്മൾ ചിലപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കത്തില്ല. പക്ഷെ അതിനെന്താ, നമുക്ക് ഹോർമോൺ ബാലൻസ് ഉണ്ടാകാം, വിറ്റാമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ടോട്ടലി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബ്യൂട്ടി വൈറ്റൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ കമ്പനി ഇറക്കുന്നത്. അപ്പൊ മുടികൾ ഇല്ലാത്തവർക്ക് മുടി വളരണം, തഴച്ചു വളരണം. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഇത് വളരെ ചർമ്മത്തിന് നല്ല ഭംഗി തരുന്നു. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ചിലർ ചോദിക്കും, ഈ ന്യൂട്രാസ്യൂട്ടിക് ഈ ടാബ്ലറ്റുകൾ നമുക്ക് 2-3 ടാബ്ലറ്റുകൾ വെറൈറ്റി ഉള്ളത്, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 3-4 ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഹോമിയോ മെഡിസിൻ കഴിക്കുന്നതുണ്ട്, ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്നതിന്റെ കൂടെ ഇത് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തു, അത് കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കുമോ, ലിവറിനെ ബാധിക്കും, ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2-3 പ്രൊഡക്റ്റ് ടാബ്ലറ്റിൽ ഒരു ദിവസം ഇത് കഴിക്കുന്നുണ്ടെന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ടാബ്ലറ്റ് ബ്യൂട്ടി വൈറ്റൽ എന്നുള്ള ടാബ്ലറ്റ് ആഫ്റ്റർ മീലിന് ശേഷമാണ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോ ടാബ്ലറ്റുകൾ നമ്മൾ 1+1 ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് നല്ല വളർച്ചയുണ്ടാകും, തലമുടി പൊട്ടിപ്പോകുന്നു, തലമുടിക്ക് നീളമില്ല, അപ്പം തലമുടിയുടെ കുറവുണ്ടാകുന്നു. ഇതിനുള്ള എല്ലാവിധ ഉള്ള ഒരു പരിഹാര മാർഗമാണ് ഈ ബ്യൂട്ടി വൈറ്റൽ. അതിനുശേഷം ഇറക്കിയതാണ് ജോയിന്റ് കാർഡ് എന്ന്. ഇപ്പൊ പലർക്കും ഉള്ളതാണ് മുട്ടിന് വേദന, ജോയിന്റ്സിന് വേദന, ശരീരവേദനകള്. ഇതൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാകുന്നത്. നീർവീക്കം, മുട്ടിന്റെ അവിടെ വീക്കം ഉണ്ടാകുന്നു, കാലിന് നീക്കം ഉണ്ടാകുന്നു, ചിലപ്പം പുറത്ത് നീരുണ്ടാകുന്നു, നടുവിന് നീരുണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ ജോയിന്റ് കാർഡ് എന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് ആ ഇൻഫ്ലമേഷൻ, നീരും വീക്കവും ഒക്കെ പോയി വെയിനും ആർത്തൈറ്റിസ്, ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ടാബ്ലറ്റുകൾ, അതായത് ഒരു ടാബ്ലറ്റ് 1+1 30
mm ആഫ്റ്റർ മീൽ 30 മിനിറ്റിന് ശേഷം ആഹാരം കഴിച്ച് 30 മിനിറ്റിന് ശേഷം രാവിലെ വൈകിട്ട് ഇത് കഴിക്കുന്നത് വളരെയധികം പറയുന്നത്. അതിനിടയ്ക്ക് ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പല ആൾക്കാരും കുനിഞ്ഞിരുന്നാണെങ്കിൽ മൊബൈൽ നോക്കും. അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പോൾ ലേഡീസ് ആയാലും പലരും ഓഫീസുകളിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറിൽ കുനിഞ്ഞിരുന്നിട്ട് നമ്മൾ കീബോർഡ് താഴെയാണ്. അപ്പൊ കീബോർഡിലേക്ക് നോക്കാൻ വേണ്ടി നമ്മൾ കുനിയാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കുനിയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പുറത്തൊക്കെ വേദന തുടങ്ങും. അപ്പൊ നമ്മളെല്ലാവരും പോയി ചിരോ പ്രാക്ടീസോ അല്ലെങ്കിൽ ഓർത്തോയുടെ ഡോക്ടറെ പോയി കാണാറുണ്ട്. നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ ശരീരവും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് നട്ടെല്ല്. നട്ടെല്ലിന് സ്ട്രെങ്ത് തരികയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഈ നട്ടെല്ല് നമ്മുടെ ബാക്കിലുണ്ട്, നമ്മുടെ പിന്നെ ശരീരവും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലിനാണ് അതിന്റെ പ്രഷർ വരുന്നത്. അപ്പൊ ഈ നട്ടെല്ലിന് പ്രഷർ വരുമ്പോൾ കാലക്രമേണ നമുക്ക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് നീര് വരും. പക്ഷെ അങ്ങനെ ഈ ജോലി ചെയ്യുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ മാട്രസ് പാഡ് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കണം. നിങ്ങളുടെ ജോലി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ 9,800 അല്ലെങ്കിൽ 16,500 മുടക്കി ഈ മാട്രസ് പാഡ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ കാലക്രമേണ നമുക്ക് പുറത്തു വേദനയും നീരും ബാക്ക് പെയിനും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങും. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെലവ് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു MRI എടുക്കണമെങ്കിൽ 7,000 തൊട്ട് 10,000 രൂപ ഉണ്ട്. ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് വേറെ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിലൊരു മെഡിസിനൽ എക്സ്പെൻസ് ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ഈ ഞാനത് പറയാൻ മറന്നുപോയാണ്, മാട്രസുകൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അവരൊക്കെ മണിക്കൂറുകളാണ് കുത്തിയിരിക്കുന്നത്. അവർക്ക് നമ്മുടെ ഈ കാറിന്റെ സീറ്റ് കവർ ഉണ്ട്, അത് നമ്മൾ ചെയറിലിടാം, ഒരെണ്ണം കാറിൽ ഉപയോഗിക്കാം, നമുക്ക് മാട്രസ് പാഡ് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ അവരൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭാവിയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ ഈ മാട്രസ് പാഡ് സഹായിക്കുന്ന കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, അത് ഞാൻ ഇടയ്ക്ക് പറയാം. അടുത്തതാണ് നമ്മുടെ ഷുഗർ ബാലൻസ് എന്നുള്ള ഗുളിക. ഷുഗർ ബാലൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസിനും അപ്പം നല്ലൊരു ആവശ്യമാണ്. ഇൻസുലിന്റെ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്നു ഈ ടാബ്ലറ്റ് ചെയ്യുന്നത്. പാൻക്രിയാസിന്റെ പ്രവർത്തനം ഏകദേശം 6ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിനെ ഡീപ്പായിട്ട് ഞാനൊന്നും നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും ഇതിനെക്കുറിച്ചൊന്നും പരിപാടികൾ നടക്കില്ല. അപ്പൊ അത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയബറ്റിക്സുകാർക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഡയബറ്റിക്സിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ, ഡയബറ്റിക്സ് ഉള്ളവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഷുഗർ ബാലൻസ് എന്നുള്ള നമ്മുടെ ഗുളിക നമ്മളെ സഹായിക്കുന്നു. നരമ്പിലൂടെയുള്ള രക്തയോട്ടം കാര്യം നമ്മൾ മാട്രസ് ഉപയോഗിക്കുന്നതോടൊപ്പം ഇതോട് ഉപയോഗിച്ച് ഈ നരമ്പ്, അപ്പൊ അതിനകത്ത് ഈ ഡയബറ്റിക്സുകാർക്ക് സാധാരണ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് നമ്മുടെ മാട്രസ് പാഡിൽ കിടക്കുന്ന നമ്മുടെ പില്ലോ പാഡിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് എനർജി കിട്ടി നമ്മുടെ നരമ്പുകളെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി കൂടുന്നു. കണ്ണിന്റെ കാഴ്ചശക്തി കൂടാൻ നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായിട്ടൊരു കാര്യം, രാവിലെയും വൈകിട്ടും നമ്മളൊരു ചെറിയ പാത്രത്തിൽ മാഗ്നറ്റിക് വാട്ടർ എടുക്കുക. പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ട്, എല്ലാവർക്കും സമയമില്ല, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അത് കണ്ണിങ്ങനെ തുറന്ന് പിടിക്കുക. ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. അപ്പൊ അത് വളരെയധികം കണ്ണിന് വളരെയധികം പ്രയോജനം. കണ്ണാടിയുടെ ആധിക്യം, നമ്മുടെ കണ്ണാടിയുടെ പവർ കൂടുന്നതിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പൊ സാധാരണ കൊച്ചു കുട്ടികളുണ്ട്, പലരും ഈ കണ്ണാടി വെക്കുന്നവരുണ്ട്. അപ്പൊ മൊബൈൽ നോക്കി, എന്താ മൊബൈൽ നോക്കുന്നോണ്ടല്ല കണ്ടിട്ടുണ്ട്, അങ്ങോട്ടുള്ള ആ സ്ട്രെസ്, നരമ്പുകളിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കണ്ണാടി വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടോരിയിൽ ചെറിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് കണ്ണ് തുറന്ന് പിടിക്കുക. അപ്പൊ രാവിലെയും ചെയ്യാം, വൈകിട്ടും ചെയ്യാം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല സുഖമായിരിക്കും, നല്ല കണ്ണിന്റെ കാഴ്ചശക്തി കൂടും. അപ്പൊ അതിന് നമ്മൾ ഈ മാഗ്നറ്റിക് വാട്ടർ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ അങ്ങനെ നരമ്പുകൾ, അതുകൊണ്ട് വേറെ ഈ നരമ്പുകൾക്ക് ചില ആൾക്കാർ പറയും ഷുഗർ വന്നു ഈ കുറച്ച് ഭയങ്കര വേദന, അവരൊന്നും മാട്രസ് ഉപയോഗിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ വേദന വരാൻ തുടങ്ങും. ഈ വേദന വരുമ്പോഴാണ് ആൾക്കാർ ഡോക്ടറുടെ അടുത്ത് ഓടിപ്പോകുന്നത്. അപ്പൊ സാറേ എനിക്ക് ഭയങ്കര വേദനയുണ്ട്, ഈ ബയോട്ടോറത്തിന്റെ മാട്രസ് ഉപയോഗിച്ചാൽ വേദന കുറയും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡയബറ്റിക്സ് ഉള്ള വ്യക്തി ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്ന്. ഒന്ന്, അവരുടെ കണ്ണിലേക്കുള്ള രക്തപ്രവാഹം കൂടുന്നു. രണ്ടാമത്തത്, അവരുടെ നരമ്പുകൾക്കുള്ള ബ്ലോക്കേജ്, കാലക്രമേണ നരമ്പുകളിലേക്ക് കാരണം ബ്ലഡ് കട്ടിയായിട്ട് കിടക്കും. കാരണം ഷുഗർ എന്ന് പറയുമ്പോൾ ബ്ലഡിന്റെ കട്ടി കൂടി, അപ്പം കട്ടി കിടുമ്പോൾ ഡയബറ്റിക്സ് കൺട്രോളിലല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് അവരുടെ നരമ്പുകൾക്ക് കട്ടി കൂടുകയും നരമ്പിൽ കൂടിയുള്ള രക്തപ്രവാഹം കാലക്രമേണ കുറയുകയും ചെയ്യുമ്പോഴാണ് നരമ്പുകൾക്ക് വേദന വന്നിട്ടല്ല എടുക്കണം, അതിന് മുമ്പ് എടുക്കണം. കാരണം ഡയബറ്റിക്സിന്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബയോട്ടോറത്തിന്റെ മാട്രസ് പാഡ് ഉപയോഗിക്കേണ്ടത് കമ്പൽസറിയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ അതോടൊപ്പം തന്നെ പിന്നെ വരുന്നതാണ് റെറ്റിനോപ്പതി, ഇത് നെഫ്രോപ്പതി, ക്രിയാറ്റിൻ, കിഡ്നിക്ക് വരുന്ന പ്രശ്നം. അപ്പൊ നമ്മൾ കട്ടി കുറഞ്ഞ വെള്ളം കുടിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കും, അതിനുശേഷം നമ്മൾ മറ്റു വെള്ളം കുടിച്ചാൽ നമ്മുടെ യൂറിനേഷന്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. അതിന് നിസ്സംശയം പറയാൻ പറ്റും. അപ്പൊ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നടക്കും, കിഡ്നിക്കുള്ള ലോഡ് കുറയും, ക്രിയാറ്റിൻ നോർമലായിട്ട് പോകും. അപ്പൊ ഇങ്ങനെ രീതിയിലേക്ക് ഒന്നിന് താഴെ നിൽക്കും. അപ്പൊ ഇതൊക്കെ വന്നിട്ടല്ല നമ്മൾ ഈ പ്രൊഡക്റ്റുകളിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ മാട്രസ് പാഡ് ഉപയോഗിക്കും. പക്ഷെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ്സുകൾ നമ്മൾ ഇപ്പൊ നമ്മുടെ എക്സ്പെൻസ് കൂടിയില്ലേ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാട്രസ് ഉപയോഗിച്ചില്ലെങ്കിൽ അവന് വരുന്ന അസുഖങ്ങൾ വരുമ്പോൾ മറ്റു ടാബ്ലറ്റ്സിലേക്ക് നീടുമ്പോൾ അവർക്ക് എക്സ്പെൻസ് കൂടുകയാണ്.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പ്രോഡക്റ്റുകൾ നമുക്ക് വളരെയധികം നമ്മുടെ ഷുഗർ ബാലൻസ് നമ്മൾ പക്ഷേ ഷുഗർ ബാലൻസ് കഴിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഗുളിക കഴിക്കുന്നവർക്ക് കഴിക്കാം, ഇൻസുലിൻ എടുക്കുന്നവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മളിത് കറക്റ്റായിട്ട് ഈ ഗുളിക ടാബ്ലറ്റ് നമ്മൾ എടുത്തിരിക്കും. അപ്പം ദിവസം 2 ടാബ്ലറ്റ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 15 ദിവസം 20 ദിവസം കൊണ്ട് എന്തായാലും അതിന് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേറെയാണ് ഹെൽത്തി ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം കൊളസ്ട്രോൾ ഒരു മെയിൻ പ്രശ്നമാണ്. അത് കൊളസ്ട്രോളുകാർക്ക് ഏറ്റവും പറ്റിയ സിദ്ധ ഔഷധം മോർപോർ തന്നെ, അതിനകത്ത് ഒരു സംശയമില്ല. മോർപോർ കഴിക്കുന്നതോടെ എല്ലാം കൊളസ്ട്രോളുകൾ നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറൊരെണ്ണമാണ് നമ്മുടെ ഹെൽത്തി ഹാർട്ട് എന്ന് പറയുന്നത്. ആ ടാബ്ലറ്റ് നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അഡ്വാൻസ്ഡ് ഹെൽത്തി ഹാർട്ട് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു, ബ്ലഡ് പ്രഷർ BP നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു, കൊളസ്ട്രോൾ HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു, ചീത്ത കൊളസ്ട്രോൾ LDL കുറയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ പ്രൊഡക്റ്റ് അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇത് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത് ഇത് ചണവിത്തുണ്ട്, പിന്നെ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് കൂടുതലുണ്ട്, ഹൃദയത്തിന്റെ മസിലുകളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ട്രൈഗ്ലിസറിൻ ലെവൽ നിയന്ത്രിക്കുന്നുണ്ട്, പിന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഹൃദയത്തിന്റെ ഒരു ലിക്വിഡ് പ്രൊഫൈൽ വയ്ക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹെൽത്തി ഹാർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ രാവിലെ ഒരു 1+1, അതായത് 30 മിനിറ്റ് ബിഫോർ മീലിന് മുമ്പ് നമ്മൾ ടാബ്ലറ്റ് കഴിക്കേണ്ടത് വളരെ ആവശ്യം. അതോടൊപ്പം തന്നെ അടുത്താണ് ഒമേഗ 3 എന്ന് പറയുന്നത്. ഒമേഗ 3 ഇപ്പൊ എല്ലാവരും പറയുന്നത് മത്തി അങ്ങനെയുള്ള മീൻ, പക്ഷെ ഫിഷുകളിൽ നിന്നാണ്, ഫിഷ് ഓയിലിൽ നിന്നാണ് ഒമേഗ 3 എടുക്കുന്നൊരു ആയിരുന്നു വർഷങ്ങളായിട്ട് നീണ്ടുകൊണ്ടിരുന്ന സിസ്റ്റം. ഇപ്പൊ അത് മാറി. അത് ഈ ഇലകളിൽ നിന്ന് മാത്രം എടുക്കുന്നതുകൊണ്ട് ഇലകളിൽ നിന്ന് പിന്നെ വെജിറ്റേറിയൻ ഫുഡായിട്ട് ഇപ്പം നമ്മൾ കേരളം മാത്രമല്ല ജൈനന്മാര് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അവർ ഉള്ളി കഴിക്കില്ല, വെളുത്തുള്ളി കഴിക്കില്ല. അപ്പം അവര് മറ്റേ നോൺ വെജ് ഉള്ള അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചെയ്യാത്ത പല ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അത് കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒമേഗ 3 നമ്മുടെ നല്ലതാണ് ആരോഗ്യത്തിന്, ഹൃദയത്തിന്റെ എല്ലാവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സ്കിന്നിനും ബ്രെയിനിനും എല്ലാം അതിന് ഈ ഒമേഗ 3 ഉപയോഗിക്കാം. ഫിഷ് ഓയിലിൽ നിന്നാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒമേഗ 3 എന്നുള്ള. അതും ടാബ്ലറ്റ് ആണ്. അത് ആ ടാബ്ലറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1+1, അതായത് ഒരു രാവിലെ ഒന്നും വൈകിട്ടൊന്നും ആഹാരത്തിന് ശേഷമാണ് ഈ ഒമേഗ 3 എന്നുള്ളൊരു ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ മെമ്മറി മാക്സ്, ബ്രെയിനിന്റെ പ്രവർത്തനം ഓർമ്മശക്തി കൂട്ടാനും ശാരീരിക ആശ്വാസങ്ങളും മെമ്മറി മാക്സ് എന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. അതും നമ്മൾ ആഹാരത്തിന് ശേഷം 30 മിനിറ്റിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന ഒരു ടാബ്ലറ്റ് ആണ് അഡ്വാൻസ് ഡിറ്റോക്സ്. അതായത് ഡൈജഷന്റെ പ്രശ്നമുണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്, പിന്നെ വെയിറ്റ് മാനേജ്മെന്റ്, വെയിറ്റ് കുറയ്ക്കാൻ, അപ്പം തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി മലബന്ധം ഒഴിവാൻ അതൊക്കെ അഡ്വാൻസ്ഡ് ഡിറ്റോക്സ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് നമുക്ക് തരുന്നുണ്ട്. അതും നമുക്ക് വളരെയധികം പ്രയോജനം. ലിവർ ക്ലിൻസർ, അത് ലിവറിന്റെ ഇപ്പം നമുക്ക് ഹെപ്പറ്റൈറ്റ് B ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കഴിക്കുന്നവർക്കൊക്കെ നമുക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം ചില ടാബ്ലറ്റിൽ നിന്ന് പോലും നമുക്ക് ഫാറ്റി ലിവറുകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിനൊക്കെയൊക്കെ നമുക്ക് ലിവർ ക്ലെൻസ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മൾ ആഹാരത്തിന് മുമ്പ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ അഡ്വാൻസ് ഡിറ്റോക്സ്, വെയിറ്റ് ലോസിന് വേണ്ടി അഡ്വാൻസ് ഡിറ്റോക്സ് നമുക്ക് കൊടുക്കാം. വെയിറ്റിന്റെ മാനേജ്മെന്റ് ഉണ്ടാവും. വെയിറ്റ് ലോസ് ഇപ്പം രാവിലെ എഴുന്നേൽക്കുക, ജോലി ചെയ്യുക, അപ്പൊ അതേസമയം ജിമ്മിൽ പോകാനോ എക്സസൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് സമയമില്ലാത്ത നിരവധി വ്യക്തികളുണ്ട്. അവർക്ക് ഈ അഡ്വാൻസ്ഡ് ഡിറ്റോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് കഫ് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് കൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് വിട്ടുമാറാത്ത ചുമ, ശ്വസന പ്രക്രിയ ചെയ്യുന്നു. അപ്പൊ അതുപോലെ കുട്ടികൾക്കും അത് ഉപയോഗിക്കാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഫ് ആൻഡ് കോൾഡ് എന്നുള്ള അത് 100 ml ഒരു ബോട്ടിലാണ് വരുന്നത്. അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു 5 ml മാക്സിമം മാത്രം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അതിന്റെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് പിന്നെ ഈ കഫ് ആൻഡ് കോൾഡ് എന്നുള്ള ഇതെല്ലാം 36 മാസത്തെ ഷെൽഫ് ലൈഫ് ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതോടൊപ്പം നമ്മളിപ്പം പറയുകയാണ്, ഇപ്പൊ ഞാൻ വേറെ കാര്യം കൂടെ പറയുകയാണ്. ഇപ്പം ഷുഗർ ഉണ്ട്. ഷുഗർ എന്ന് പറഞ്ഞാൽ HbA1c 11 മേളിലുള്ളവരുണ്ട്, 9 മേളിലുള്ളവരുണ്ട്, HbA1c ഉള്ളവരുണ്ട് 6.4 മേൽ. 9 മേളിലുള്ളവർക്ക് 2 ടാബ്ലറ്റ് വെച്ച് കൊടുക്കുക. HbA1c ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഈ 2 ടാബ്ലറ്റ്, രാവിലെ മോർണിംഗിൽ 2 ടാബ്ലറ്റ്, രാത്രി, അത് 15 ദിവസത്തിന് കഴിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഷുഗർ ലെവൽ വീണ്ടും ചെക്ക് ചെയ്യുക 15 ദിവസത്തിന് ശേഷം. അപ്പൊ ഈ 11 മേലുള്ളവർക്ക് 3 ടാബ്ലറ്റ് വെച്ചെങ്കിലും മാക്സിമം കഴിക്കേണ്ടി വരും, രാവിലെയും വൈകിട്ട് HbA1c. അപ്പം കഴിച്ചുകൊണ്ട് അവർ പതുക്കെ അവർ താഴോട്ട് 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട്, അപ്പൊ ഇംഗ്ലീഷ് ടാബ്ലറ്റ് കഴിക്കുന്നവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കൂടെയാണ് കഴിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. അപ്പൊ നമ്മൾ ആ രീതിയിൽ ആ
ഫ്രീക്വൻസി കറക്റ്റ് രീതിയിൽ മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഷുഗർ താഴെ പോകരുത്. അപ്പോൾ താഴെ പോകുന്നത് ഷുഗർ കൂടുന്നതിനെക്കാട്ടിലും ഡേഞ്ചറാണ്. അപ്പോൾ അത് കുറയാതിരിക്കാൻ പ്രത്യേകം നമ്മൾ, കാരണം അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ മൂത്രത്തിൽ കൂടുതൽ പത വരുന്നു, ഫ്രീക്വന്റ് ആയിട്ട് മൂത്രം ഒഴിക്കാൻ മൂത്രത്തിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു. അപ്പോൾ നമ്മൾ ഷുഗർ കുറഞ്ഞായിട്ട് വേണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഷുഗറിന്റെ ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടാബ്ലറ്റ്സുകൾക്കുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വീണ്ടും മാറ്റണം. അത് അങ്ങനെ നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അല്ലാതെ ഗുളിക കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പോന്നിട്ട് കാര്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ രാത്രിയിലുള്ള ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കുറയ്ക്കണം. അതിൽ കറക്റ്റ് ഉറക്കം ഉണ്ടായിരിക്കണം, സ്ട്രെസ് കുറയണം. പ്രത്യേകിച്ച് ഈ രാത്രിയിലത്തെ ഫുഡുകളാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് അത് നമുക്കറിയാൻ പറ്റും ഏതിനകത്താണ് കൂടുതൽ. ഇപ്പം ക്യാരറ്റിനകത്ത് പച്ച ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ അതിന് 16ആണ്, പക്ഷെ അത് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് 32ആയി. മുട്ടയ്ക്കകത്ത് 0 ആണ്, പാലിനകത്ത് 30 തൊട്ട് 40 വരെയാണ്, കുക്കുംബറിനകത്ത് 15 തൊട്ട് 30 വരെ ഉള്ളൂ, ടൊമാറ്റോയ്ക്കകത്താണ് 38ആണ്, ഉരുളക്കിഴങ്ങിലാണ് 70ആണ്. ഈ വേവിച്ച ഉരുളക്കിഴങ്ങിനകത്ത് 70ആണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ചുമന്നരിക്കകത്ത് 55 തൊട്ട് 60ആണ്, പാസ്മരിക്കകത്ത് വളരെ കുറവാണ്. അപ്പം പഴത്തിനാണ് 42 ഉണ്ട്, ഉള്ളിക്കകത്ത് 10 തൊട്ട് 15 വരെ ഉള്ളൂ. കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തെ ഉള്ളിക്കകത്ത് 35ആയിട്ട് മാറും. അപ്പൊ അതാണ് പച്ചയ്ക്ക് തിന്നുന്നതും വേവിച്ച് തിന്നുന്നതുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് നോക്കിക്കൊണ്ട്, തൈരിലാണെങ്കിൽ 28 തൊട്ട് 36 വരെയാണ്. അപ്പം ഉഴുന്നിനകത്ത് 43ആണ്, പനീറിനകത്ത് 27 തൊട്ട് 30ആണ്, ഗീർ നെയ്ക്കകത്ത് ഷുഗറേ ഇല്ല, നല്ല ഫാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗീർ നെയ്യൊക്കെ പുരട്ടി കഴിച്ചു കഴിഞ്ഞ് സലാഡ് കൂടെ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ രാത്രിയിലത്തേക്കുള്ള ആ ഷുഗർ ലെവൽ നമുക്ക് കറക്റ്റ് ശകലം റൈസൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട. അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തവരെ കഴിക്കും. അപ്പൊ രാവിലെയൊക്കെ കഴിക്കുന്ന, ഇപ്പോൾ ആദ്യമായിട്ട് ഷുഗർ ഉള്ളവരൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെമ്പ അരിയുടെ പുട്ടുപൊടിയുണ്ട്, പുട്ടുപൊടിയോ അരിപ്പൊടിയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് കുഴക്കട്ടയോ അല്ലെങ്കിൽ പിന്നെ ചെമ്പ പൊട്ടുപൊടിയുടെ പുട്ടോ ഇടിയപ്പോ ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ കാർന്നു നിന്ന ഒരു ക്യാൻസർ തന്നെയാണെന്നാണ് നമുക്ക് പറയാം ഷുഗർ. അപ്പൊ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. ഇപ്പം പിന്നെ അതുപോലെ ഡാൽ ഫ്രൈ ഏറ്റവും നല്ലൊരു ഫുഡാണ്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും ഡാൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 8ആണ്. ഡാല് നമ്മൾ ചന ഡാല്, പിന്നെ അതുപോലെ തന്നെ തുവർ ഡാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ പരിപ്പ്, സോറി ഞാൻ ഇന്ത്യ പറഞ്ഞു പോയി. അങ്ങനെയുള്ള പരിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പരിപ്പൊക്കെ ഉപയോഗിച്ച് റൈസിനകത്ത് നല്ല രീതിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും. രാത്രിയുള്ള ഫുഡിൽ അല്പം പ്രോട്ടീൻ കൂട്ടിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റിനെ കുറച്ചുകൊണ്ട് വരുമ്പോഴും ഷുഗറിനെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് കാലക്രമേണ ഇംഗ്ലീഷ് ടാബ്ലറ്റിന്റെ ആധിക്യം വളരെയധികം കുറയ്ക്കാനും അത് കാലക്രമേണ നമ്മൾ പതുക്കെ 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 അതിൽ നിന്ന് മുക്തി നേടാനും നമുക്ക് നമ്മുടെ ഈ ന്യൂട്രാസ്യൂട്ടിക്കുകൾ നമ്മളെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉടൻ തന്നെ അത് മാർക്കറ്റിലെത്തുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പ്രോഡക്റ്റാണ് നമ്മളെ ഏറ്റവും വലിയ ഈ ബയോട്ടോറത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറ്റുന്നത്. കാരണം ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി കഴിഞ്ഞ 56 മാസമായിട്ട് വളരെ ശക്തമായിട്ട് ഇന്ത്യയിലാകമാനം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്ക സ്വതന്ത്രമായിട്ട് 250 വർഷം, 1776 250 വർഷം കൊണ്ടാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയാണെങ്കിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ വരുന്ന 50 മാസം, അതായത് നമ്മൾ 100 വർഷം, 75 വർഷം കഴിഞ്ഞു. 25 വർഷത്തിനകത്ത് ഇന്ത്യയിൽ ആകമാനം വളർന്ന് പന്തലിക്കുമ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ബയോട്ടോറത്തിന് വളരെയധികം പ്രാതിനിധ്യം നൽകും. കാരണം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് ചിലവാകും. ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പൈസയാണ് നമ്മുടെ ചെലവാണ് ഇന്ത്യൻ എക്കണോമിയുടെ GDP വരുന്ന ഗ്രോത്തിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കും. ഒരു മനുഷ്യന്റെ ചെലവ്, നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ നമുക്കൊരു ചെലവാണ്, പക്ഷെ ഹോട്ടലിനെ സംബന്ധിച്ച് അവരുടെ ഒരു ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ പണം ചെലവാക്കുമ്പോഴാണ് ഇന്ത്യൻ എക്കണോമിയിൽ വളരെയധികം ഗ്രോത്തുകൾ ഉണ്ടാകും. പ്രൈവറ്റ് കൺസംഷൻ എന്ന് പറയുന്നത്, പ്രൈവറ്റ് കൺസംഷൻ അത് കൂടും. അത് കൂടണമെങ്കിൽ ഈ ബയോട്ടോറിയം പോലെ നമുക്ക് തരുന്ന പണം നമ്മൾ മാർക്കറ്റിൽ ചിലവാക്കും. തീർച്ചയായും നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് നല്ലൊരു പാർട്ട് മാർക്കറ്റിൽ നമ്മൾ വണ്ടിക്ക് വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിലവാക്കുമ്പോൾ അത് ഇന്ത്യൻ എക്കണോമിയിൽ GDP വളർത്തുന്നതിൽ ഈ ബയോട്ടോറിയത്തിന് മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റും. അതിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്നത് അതായത് നമ്മളെ ഒരു അസുഖത്തിന് മരുന്ന് തരുന്ന ഒരാളിനെ മാത്രമല്ല ഡോക്ടറായിട്ട് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നിരവധി വർഷങ്ങളായിട്ട് ബെഡിൽ കിടന്ന് എഴുന്നേക്കത്തിൽ നിന്ന് മനുഷ്യന് പറയുന്നവരെ പോലെ എഴുന്നേപ്പിച്ച് അവരുടെ നിത്യവൃത്തി ചെയ്തുകൊണ്ട് വരുമാനത്തിന്റെ നല്ലൊരു ഏരിയയിലേക്ക് ആ ജനങ്ങളെ എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് ഡോക്ടർ സാഗർ ജോഷി എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞുകൊണ്ട് 1000 വർഷങ്ങളോളം ഞങ്ങളുടെ സാറ് ജീവിക്കണമെന്ന് പല സൂമുകളിലും വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന നിരവധി വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ വാക്കുകൾ നമ്മുടെയും കണ്ണുകളിൽ ഇരുന്ന് അണിഞ്ഞു പോകും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു ഡോക്ടർ സാഗർ ജോഷി, അദ്ദേഹം വർഷങ്ങളോളം ജീവിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി
ജനങ്ങൾ സമ്പത്തിന് വേണ്ടി ആരോഗ്യത്തോടും സമ്പത്തോടും നമ്മളെ ഉയർച്ചയിലേക്ക് നീക്കാൻ കഴിയുന്ന ഒരു കമ്പനിയായിട്ട് ഈ ബൈ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജ്യോതിഷ് സാർ. ഒട്ടേറെ അറിവുകൾ നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കലിനെ കുറിച്ച്, പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ എത്രയോ പ്രോഡക്റ്റുകളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നവർക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തെല്ലാം പ്രോഡക്റ്റിനെ കുറിച്ച് സാർ പറഞ്ഞു എന്നുള്ളത്. അതൊക്കെ നല്ല വ്യക്തമായിട്ട്, നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത്രയേറെ പ്രോഡക്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ഇതിനെ കുറിച്ചൊന്നും പുതിയൊരു അറിവ് തന്നെയായിരുന്നു. കറക്റ്റായിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഡോക്ടർ സാഗർ ജോഷി സാറിനെ കുറിച്ചാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും, ഓരോ വ്യക്തികൾക്കിടെയും ആരോഗ്യത്തിന് വേണ്ടി ഇത്രയേറെ പ്രോഡക്റ്റുകൾ വിപണിയിലെത്തിച്ച സാറിനെ പ്രത്യേകം നന്ദിയോടെ നമുക്ക് ഈ ഒരു നിമിഷം ഓർക്കാം. അതുപോലെ ഇന്നത്തെ ദിവസം ഒന്നും കൂടി ഞാൻ പറയാണ്, ദുഃഖവെള്ളിയാണ്. കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈസ്റ്ററായിട്ട് ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് സൺഡേ. അതുപോലെ നമ്മളിൽ പലർക്കും ഉയർത്തെഴുന്നേൽക്കാൻ ഒരു പ്രചോദനം കൂടി ആവട്ടെ ഇന്നത്തെ സുദിനം. നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഇത്രയേറെ പ്രോഡക്റ്റുകൾ വിപണിയിൽ ഉണ്ടായിട്ട്, നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്ക് അറിയാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ പുതിയ കുറെ അറിവുകൾ ഇപ്പൊ ഇന്ന് കിട്ടി. അപ്പൊ ഇത്രയേറെ പ്രോഡക്റ്റ് ഉണ്ടോന്ന് ഞാൻ തന്നെ ചിന്തിക്കായിരുന്നു. ഞാനത് പിടിപിടിയെന്നെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. ഇത്രയും ഇതുണ്ട് എന്നുള്ളത്. ഇനിയും ഒത്തിരി ഉണ്ട്. അത് പറയാൻ സാറിന് ടൈം അത്രയും കുറവായതുകൊണ്ടാണ്. അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സിൽ സാറ് തൊട്ടിട്ടില്ല കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. 5 മിനിറ്റ് നമുക്ക് ചോദിക്കാം. സാറേ, എനിക്ക് ആ ടാബ്ലറ്റിനെ കുറിച്ച് വേണ്ട, ഡയബറ്റിക് ടാബ് ഇൻഗ്രീഡിയൻസിന് 3250 രൂപ. അതിൽ എത്ര എണ്ണം ഉണ്ടാവുന്നു എന്ന് അറിയാൻ പറ്റുമോ? 60 എല്ലാ ടാബ്ലറ്റും 60 ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമുക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. അപ്പൊ ഒത്തിരി പ്രൊഡക്റ്റിനെ കുറിച്ച് ഇനിയും നമുക്ക് സംസാരിക്കാനും അറിയാനും ഉണ്ട്. ടൈം കുറവായതുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞതിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം കേട്ടോ. മാഡം ഗുഡ് മോർണിംഗ്. ഉത്തമനാണ് ജോലി സാറേ. ഗുഡ് മോർണിംഗ്. ബെറീസ് വെള്ളം ചേർത്തിട്ടല്ലേ സാറേ കഴിക്കണ്ടേ? 15 ml വെള്ളം ചേർക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നോക്കിയാൽ. 15 കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ 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 താങ്ക് യു. ഇനി ആർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സാർ, സോഡിയം കുറഞ്ഞിട്ട് പിന്നെ അബോധാവസ്ഥയില് ആകുന്നതിന് എന്താ സാറേ പ്രതിവിധി? നമ്മള് അതിന് ഡോക്ടറെ തന്നെ കാണിക്കുക. കാരണം ഈ BP ഉള്ളവർക്ക് ഒരു പ്രായമാകുമ്പോൾ സാധാരണ സോഡിയത്തിന്റെ, കാരണം നമ്മൾ കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. ഇപ്പൊ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 65 ഒക്കെ വരുന്നവർക്കാണ് കൂടുതൽ ഇത് കാണാറുള്ളത്. അപ്പൊ സോഡിയം കുറയുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ സോഡിയം അത് ഡെവലപ്പായിട്ട് വരത്തുള്ളൂ. അതിനുശേഷം നമുക്ക് അൾട്രാബറി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, അതിന് നല്ലതാണ്. അൾട്രാബറി നല്ലതാണെന്ന് പറയാം. പക്ഷെ അത് മാത്രമായിട്ട് കാര്യമല്ല, ഡോക്ടറുടെ മെഡിസിൻ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോഡിയം കുറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കായാലും. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ ഓക്കെ പറഞ്ഞോ. ഞാൻ അബ്ദുറഹ്മാൻ CA ചുളിക്കൽ. ഞാനിപ്പോ എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു. ഞാൻ മോർ പവർ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അത് ഒരു നേരം കഴിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ രാവിലെ. അത് 2 നേരം കഴിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നല്ല എനർജിയാണ് ഇപ്പൊ എനിക്ക് പ്രായത്തെ ഒരു നമ്പർ മാത്രമാണ് ഇപ്പോ. അത്രമാത്രം ആക്ടിറ്റ്യൂഡായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് മോർ പവർ കഴിക്കുന്നതോടുകൂടി സാധിക്കുന്നുണ്ട്. കണ്ണിന് വ്യത്യാസമുണ്ടോ സാറിന്? കണ്ണിന്റെ ഉണ്ട്. അപ്പൊ എന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, രാവിലെ വൈകിട്ട് ഒരു ചെറിയ പാത്രത്തില് വെള്ളം എടുത്തിട്ട് മാഗ്നറ്റിക് വാട്ടർ എടുത്ത് കണ്ണ് തുറന്ന് പിടിക്കുക. രാവിലെ വൈകിട്ട് 2 പ്രാവശ്യം ചെയ്യുക ഡെയിലി. ഒന്നുകൂടെ വ്യത്യാസം വരും സാറിന്റെ കണ്ണിന് കേട്ടോ. രാവിലെ മാത്രം കഴിക്കുക. ഡയബറ്റിക്സ് ഉള്ളവര് രാവിലെ മാത്രം കഴിക്കുക 2 ഗ്രാം, വൈകിട്ട് വേണ്ട. രാവിലെ മാത്രമേ കഴിക്കുന്നുള്ളൂ. മതി. ഷുഗറിന് നല്ല കൺട്രോൾ വരുമല്ലോ. ഇടയ്ക്കൊന്ന് താഴെ പോവല്ലേ. ഇപ്പൊ 150 ഉള്ളത് 101 ഷുഗർ. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ചെക്ക് ചെയ്തോണം. അതനുസരിച്ച് നമുക്ക് ടാബ്ലറ്റ് അരമുറി ആക്കണം, അല്ലെങ്കിൽ 1.5 ആക്കണം. അങ്ങനെ ചെയ്ത്. ഗുളിക ഒന്നും കഴിക്കുന്നില്ല? ഇല്ല, ഇപ്പൊ നിർത്തിയോ? ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നോ? ഒരു ഗുളിക എന്റെ വീട്ടിൽ ഇന്നില്ല. ഓക്കെ, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്.
വെരി ഗുഡ്. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാവർക്കും സംശയങ്ങളുണ്ട്, ചോദിക്കാഞ്ഞിട്ടാണ്. നമുക്ക് ടൈം നോക്കിയിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഞാൻ നിർത്തിയതാ, ഞാൻ 7 മണിയായിട്ട് നിർത്തിയതാ. പറയാനാണെങ്കിൽ അതെ, ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തിരി ടൈമുണ്ട്. അപ്പൊ നമുക്കിനി മറ്റൊരു ദിവസത്തിലേക്ക് നമുക്ക് ഒത്തിരി സംശയങ്ങളും കേട്ടു പോവാം. നമുക്ക് എന്തായാലും അടുത്തത് കൺക്ലൂഡിങ് സെക്ഷനാണ്.